ഇന്ന് അൺമാസ്കിംഗ് അനോമലീസിൽ ഒരു സ്പെഷ്യൽ ആയ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്ത്, അദ്ദേഹം മുൻപ് ഒരു ഹോമോസെക്ഷലായി ജീവിച്ച്, ഒരു ഗേ ആയി ജീവിച്ച്, ആ രൂപത്തിലൂടെ ഉള്ളൊരു ജീവിതത്തിലൂടെ കടന്നുപോയി അവസാനം തിരിച്ച് ഒരു സ്ട്രെയിറ്റ് ആയ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യനായ ഒരു സുഹൃത്താണ്. അപ്പോൾ ആദ്യമായി ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സമൂഹത്തിലുള്ള പല വിഷയങ്ങളുകൊണ്ട് തന്നെ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതിന് അതിൻ്റേതായ ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലർ ചെയ്തുകൊണ്ടുള്ള ഒരു രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിവേ, പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആദ്യമായി തന്നെ ഏറ്റവും ആദ്യം അതിനോടുള്ള റിയാക്ഷനായിട്ട് വരുന്ന ഒരു കാര്യമാണ് അവർ അങ്ങനെ തന്നെയാണ്, അവർക്കൊരിക്കലും ആ രൂപത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നും ഒരു മാറ്റം സാധ്യമല്ല, ആ മാറ്റം സാധ്യമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് എന്ന രൂപത്തിലൊക്കെയുള്ള റിയാക്ഷൻസാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരിക്കാൻ റെഡിയായി നമ്മളുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ മാറിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണ്. എന്തായിരുന്നു ആ ജീവിതം, എങ്ങനെയാണ് ആ മാറ്റം സാധ്യമായത് എന്നുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു അത്തരത്തിലുള്ളൊരു ജീവിതം നയിച്ച ഒരാളാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഒരു കുട്ടിക്കാലം, അതിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത്, ഒരു ഓർമ്മ വെച്ച ഒരു കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം ഏകദേശം എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഗേ ആയിട്ട് ഇപ്പം ജീവിക്കുന്ന ആൾക്കാരും, ഇപ്പോൾ എന്താ പറയുക, ഓൾറെഡി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും, അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചത്, പഴയ കാലത്തെ ആൾക്കാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തുള്ള പാരൻറ്റിങ്ങിൽ വന്ന പോരായ്മകളെ കൊണ്ടുണ്ടാകുന്ന അവഗണനകളാണ്. അതായത് നമ്മൾ നേരിട്ട് കണ്ടു പഠിക്കുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന വ്യക്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമല്ലോ നോർമലി ഒരു പേഴ്സൺ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഇപ്പം നമ്മൾ എന്താണോ നമ്മളെ ഫ്രണ്ടിൽ ആരാണോ കാണിക്കുന്നത്, ചെയ്യുന്നത്, അതാണ് ഏത് കുട്ടിയും അന്നും ഇന്നും അത് ഒരേപോലെ തന്നെയാണ്. ഏതൊരു കുട്ടിയും അവൻ്റെ മുമ്പിൽ എന്താണോ കാണിക്കപ്പെടുന്നത് അതാണ് ക്യാച്ച് ചെയ്യുന്നതും, അത് കോപ്പി ചെയ്യുന്നതും, അത് ആക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിലും അത് തന്നെ സംഭവിച്ചത്. ചെറുപ്പത്തിൽ ഞാൻ എന്താണോ കാണുന്നത്, അതായത് അതൊരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണോ നടക്കേണ്ടത്, ആ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഉമ്മാനെ മാത്രമാണ്. അതായത് സോഷ്യൽ കണക്ഷൻസിലോട്ടൊന്നും പോയില്ല ചെറുപ്പത്തിൽ. അതായത് നമ്മൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക, അതേപോലെ നമ്മുടെ ഫാമിലി സിബ്ലിങ്സിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷൻ, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയപ്പെട്ടതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു പക്ഷേ പാരൻസ് ഒരുപാട് ടേക്ക് കെയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഓവർ കോൺഷ്യസ് ആയിട്ട് നമ്മളെ അവരുടെ ചെറുകിൻ്റെ അടിയിൽ സേഫായിട്ട് കരുതിയത് കൊണ്ടാണോ എന്നറിയില്ല. അതന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് കാരണം. എന്തായാലും അതന്നെയാണ് കാരണം. അതിലൂടെ നമ്മൾ ക്യാരക്ടർ എങ്ങനെ ഫോർമേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവരെ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്തു, അവരെ മാത്രം നമ്മൾ പഠിച്ചു, അവരെ കോപ്പി ചെയ്യാനും തുടങ്ങി. അവരെ എന്താണോ പഠിച്ചു വെച്ചത് അതുപോലെ തന്നെ ആക്ട് ചെയ്യാനും തുടങ്ങി. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബോധം വരുന്നത് ഒരു സമയമാണല്ലോ മിനിമം. അതായത് സ്റ്റാർട്ടിങ് ഏജ് എന്ന് പറയുന്നത് ഒരു 5 വയസ്സ് കൂട്ടാം. 5 വയസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കളിയാക്കുന്നതും, നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്നതും, നമ്മളാരെങ്കിലും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, സ്വബോധത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഏകദേശം സ്റ്റാർട്ടിങ് ഏജാണെന്ന് പറയാം. ആ ഏജിൽ തന്നെ നമ്മളെ ബിഹേവിയേഴ്സ് കാണുമ്പോൾ ആളുകൾ കളിയാക്കുകയും തമാശാക്കുകയും ഒരു കോമാളി ലുക്കിൽ ഒരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നൊരു കുറേ സാഹചര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നീടാണ് എൻ്റെ കുട്ടിക്കാലം കുറേ കൂടി അനലൈസ് ചെയ്ത് കുറേ ആൾക്കാരുടെ, എൻ്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് എങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് അപ്പം വേണമെങ്കിൽ ചോദിക്കാം, അപ്പം എങ്ങനെ 5 വയസ്സുള്ള കാര്യങ്ങൾ എങ്ങനെ ഓർമ്മ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തുണ്ടായിരുന്നു മനസ്സിൽ അവിടെ മിന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുട്ടിക്കാലം എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ള എൻ്റെ ഫാമിലി സിബ്ലിങ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ പറയുന്നത് ഞാൻ അത്രയും ഒതുങ്ങി ഉമ്മാൻ്റെ ഒരു പെറ്റ് പോലെ ആ രൂപത്തിലാണ് ഞാൻ വളർന്നത്. അല്ലാണ്ട് ഒരു മെന്നായിട്ട്, ഒരു ബോയ് ആയിട്ട് ജനിച്ചിട്ടും മറ്റുള്ള കുട്ടികളെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ കൂടി ജീവിക്കാനുള്ള ഒരു രീതിയിലോട്ട് എന്ത് ചെയ്തില്ല, പോയില്ല. അപ്പോൾ
അങ്ങനത്തെ ഒരു ലൈഫ് ചെറുപ്പത്തിലേ ഉണ്ടായതുകൊണ്ട് ഏകദേശം ഒരു 5 വയസ്സ് നമ്മൾ സ്വഭാവത്തോട് കൂടിയിട്ട് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ആ ചെറിയ സ്റ്റാർട്ടിങ് ഏജിൽ തന്നെ നമ്മൾ സോഷ്യലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു കളിയാക്കലും അല്ലെങ്കിൽ ഒരു വേറെ ഒരു പ്രത്യേകിച്ച് എന്തോ ഒന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള ആ ഒരു രീതിക്കാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തന്നെ എല്ലാവരും അങ്ങനെ പലപ്പോഴും ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടത് ഓർമ്മയുണ്ട്, നീ ഒരു പ്രത്യേകത അല്ലേ, അവൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേക സ്വഭാവമല്ലേ എന്നുള്ളത് പലരും പറഞ്ഞതായിട്ട് എൻ്റെ ചെവിയിൽ എനിക്ക് കേട്ടതായിട്ട് നല്ലൊരു ഓർമ്മയുണ്ട്. അപ്പം ഈ കുട്ടിക്കാലം ശരിക്കും മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സോഷ്യലി എന്ത് ചെയ്തില്ല, ഒരാളായിട്ടും ഒരു നേരാവണ്ണമുള്ള ഒരു കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലായിടത്തും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ അതൊരു ഒരു ജോക്കർ ലെവലുള്ള ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊസിഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പൊതുവേ ഈ ചെറുപ്പത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, കുട്ടി ജനിക്കുന്നത് മുതൽ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചുറ്റുപാടുകളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി അതിനനുസരിച്ചാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുക എന്ന് നമ്മൾ എല്ലാ വിഷയത്തിലും പറയാറുണ്ട്. കുട്ടി എന്തുകൊണ്ട് അഗ്രസീവായി അല്ലെങ്കിൽ എന്തുകൊണ്ട് പാവം കുട്ടിയായി എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ ഈ കാര്യം പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ സെക്ഷുവാലിറ്റിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകൃതത്തിലേക്ക് പോയി എന്ന വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല എന്നത്, അതങ്ങനെ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് വിരുദ്ധമായി ഒന്നും സംസാരിക്കാൻ തന്നെ പാടില്ല എന്നൊക്കെ ഒരു തിട്ടൂരം വെച്ചിട്ടാണ് പല ആൾക്കാർ സംസാരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ചെറുപ്പത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മിന്നുമറിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ ഒന്ന് ചുറ്റിലുള്ള ആൺകുട്ടിയെ ജനിച്ചുകൊണ്ട് ആൺകുട്ടികളുടെ കൂടെ കളിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും അങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഓർമ്മയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് വളരെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെയും ഞാൻ പുറത്തുപോയി കളിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടത്തിൽ പ്ലേ ചെയ്തതായിട്ടൊന്നും എനിക്ക് ഓർമ്മയിലില്ല. അതിൽ ഞാൻ ഇതേ സിറ്റുവേഷൻ എന്നെ അനലൈസ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയം വളരെ വൈകിയാണ്, ഞാൻ പറയാം. ആ തുടക്കത്തിലെന്ന് പറയുമ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഫാമിലിയിൽ നിന്ന് നമ്മളിങ്ങനെയാണ്, അതൊരു മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു സ്വഭാവത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാവമാണ് ആള്, പക്ഷെ എന്തല്ല നമ്മുടെ സൊസൈറ്റീൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല അവനക്ക് ഉള്ളതെന്നുള്ളത് എല്ലാവരും ഉറക്കെ പറയുന്നൊരവസ്ഥയാണ്. അപ്പോഴേ എൻ്റെ മനസ്സിൽ എന്തോ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ആക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? അപ്പം എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ ഞാനൊരു സൂപ്പർ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഞാൻ എന്തോ മറ്റുള്ള ആൾക്കാരിൽ എന്താ ഇങ്ങനെ ഞാനൊരു വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഏജ് മുന്നോട്ട് വരാം. അതായത് ഒരു 7 or 8 ഏജൊക്കെ ആയിട്ടുണ്ടാവും ഒരു പക്ഷേ ആ സമയമാകുമ്പോൾ. ഓക്കെ, പല ആൾക്കാരും പറയുന്നൊരു കാര്യം, ചെറുപ്പത്തിലുള്ള ഈ പാരൻറ്റിങ്ങിൽ ഇപ്പോൾ ഈ ആൺകുട്ടികളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടിപ്പിക്കുക, അങ്ങനെ ആ രൂപത്തിൽ വളർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടാവുക, പ്രത്യേകിച്ചും ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ അറിയുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആണ് ഇതിലേക്ക് നയിച്ചത് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ ക്യാരക്ടർ ഫോർമേഷൻ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഏത് കുട്ടിയും ഇപ്പം ഒരു നാടോടി സ്ത്രീൻ്റെ കുട്ടി ആ നാടോടി സ്ത്രീൻ്റെ ക്യാരക്ടറിലായിരിക്കും വളർന്നുണ്ടാവുക. അപ്പോൾ അവർ സാധാരണ നമുക്കറിയാമല്ലോ, അവർ സമയത്തിന് കുളിക്കില്ല, വൃത്തിയില്ലാത്ത രീതിക്കാണ് അവർ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ കുട്ടികളും അതുപോലെ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളെ കുട്ടികളെ നമ്മൾ സോഷ്യൽ കണക്ഷൻസിലോട്ട് വിടുന്നില്ലെങ്കിൽ എന്താവില്ല, സോഷ്യലി കണക്റ്റഡ് ആവില്ല. നമ്മൾ പാരൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അവർ പുറത്ത് പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്. അതായത് ചെറുപ്പത്തിൽ, കാരണം അവർക്ക് അന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനുമുള്ള പ്രാപ്തി ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഒരു 13 വയസ്സ് കഴിഞ്ഞാലേ എന്താവുള്ളൂ, അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു കുട്ടി എത്തുന്നുള്ളൂ. അപ്പോൾ ഈ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടുന്ന ഈ സപ്രസ്ഡ് ആയിട്ടുള്ള, അത് മനഃപൂർവ്വമല്ല, അവർ നമ്മളെ ഓവർ കെയർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പം ഞാൻ എൻ്റെ അനുഭവം മറ്റുള്ള പലരായിട്ടും ഷെയർ ചെയ്ത സമയത്ത് ഇതേ സിമിലർ ഗേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുള്ള ഫെമിനൈൻ ക്യാരക്ടർ ലെവലിൽ ജീവിച്ച ആൾക്കാരുമായിട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ലൈഫിൽ
ചെറുപ്പത്തിലുള്ള എല്ലാവരും ലൈഫ് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു നോക്കുമ്പം സിമിലർ പാറ്റേൺ ആണ്. നമ്മളെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് അവരും ജീവിച്ചിട്ടുള്ളത്. അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അവര് ചിലപ്പം ഉണ്ടായ 5 മക്കളിൽ ചിലപ്പോൾ ഇളയ കുട്ടിയായിരിക്കും, ചിലപ്പം 5 4 പെൺകുട്ടികളുള്ളതിൽ ഒരു ആൺകുട്ടിയായിരിക്കും. ഇങ്ങനെ പല കേസിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും ഡിവോഴ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, നിരന്തരം ഫാമിലിയിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്ന ഫാമിലി, ഈ കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. എന്താണ് അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടീൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ ചെറുപ്പം തൊട്ടേ എന്തായാലും പിന്നെ ഒരു സ്ട്രേറ്റ് നല്ല രൂപത്തിലുള്ള ഒരു വളർച്ച എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നമ്മൾ സയൻറ്റിഫിക്കലി അത് പല വിഷയങ്ങളിലും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളിൽ പാരന്റിങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു സബ്ജക്റ്റായിട്ട് വരുന്ന കാര്യം കൂടിയാണ്. നമ്മൾ എങ്ങനെ കുട്ടികളെ വളർത്തണം, പുറത്ത് വിടണോ പുറത്ത് വിടണ്ടേ, സോഷ്യൽ എങ്ങനെ കണക്ട് ചെയ്യണം, ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ഇന്ന് പബ്ലിക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ആ കാലത്ത് ഇത് പബ്ലിക്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഇത് ആരും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന ഒരു സമയമോ അല്ലെങ്കിൽ എന്താണ് ഒരു തിരുത്തപ്പെടേണ്ട സംഗതിയാണെന്ന് അന്ന് പൊതുവിൽ വൈഡായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റേ അല്ല. ഇന്ന് നമ്മൾ ഓരോ കുട്ടികളുടെയും മൈൻഡ് സെറ്റ് വളരുന്നതിനനുസരിച്ച് അവരെ ക്യാരക്ടർ ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അത് വൈഡായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമേ അല്ലായിരുന്നു, ഒരാൾക്കും അതൊരു വിഷയമല്ലായിരുന്നു. പക്ഷെ അത് എന്തിലേക്കാണ് എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇൻട്രോവേർട്ട് ആവുകയും കൂടുതൽ ഫെമിനൻ ക്യാരക്ടറിലോട്ട് വരികയും പിന്നീട് ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ ഒരു സോഷ്യലി കണക്റ്റഡ് ആവാത്ത വിധം ഒരു ലോക്ക് ലെവലിലോട്ട് ഈ കുട്ടീൻ്റെ ക്യാരക്ടർ പോകുന്നൊരവസ്ഥയും നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു സിമിലർ ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകളായിട്ട് സംസാരിച്ചപ്പം അവരെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിൽ ഈ സെയിം സംഗതിയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ഈ ഡ്രസ്സ് ധരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ സംസാരിച്ച ആളുകളായിട്ടും അവരിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഓവർ കെയറിങ് തന്നെയാണ്. ഇത് ഓവർ കെയറിങ് ആയതുകൊണ്ടും അവര് നമ്മളെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചത് കാരണം നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത്, എന്താണ് നമ്മൾ ചെറുപ്പത്തിൽ ക്യാച്ച് ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കും. ചെറുപ്പത്തിൽ എന്ത് ക്യാരക്ടർ നമ്മൾ ഏത് വ്യക്തിൻ്റെ ഇപ്പം ചൈനയിൽ പോയി കഴിഞ്ഞാൽ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലേ, അത് നമ്മളവിടെ കുട്ടികളുടെ മുമ്പിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുകയില്ല. നമ്മൾ പാരൻസ് അത് കഴിക്കുന്നത് അവർ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ കോഡിങ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ് ആയിട്ടും നമ്മളെ ക്യാരക്ടറായിട്ട് ഫോർമാറ്റ് ചെയ്യും. അല്ലാണ്ട് ഒരു കുട്ടിയും ജനിക്കുമ്പം പെണ്ണായിട്ട് ജനിച്ച കുട്ടി ആണായിട്ട് ക്യാരക്ടർ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു ആണായിട്ട് ജനിച്ചൊരു കുട്ടിക്ക് ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടാവുകയും ഒരിക്കലും ചെയ്യുന്നില്ല. നാച്ചുറലി ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. അയാൾ എന്താണോ കണ്ണിൽ കാണുന്നത്, കേൾക്കുന്നത്, അതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അയാളൊരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് മാറണം. അത് ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതായത് ഒരു കുട്ടിയെ വസ്ത്രം ധരിപ്പിക്കുന്ന വിഷയം. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് വെച്ചാൽ എല്ലാം ന്യൂട്രൽ ആയിട്ട് വളർത്തണം, എന്നാലാണ് കുട്ടി അവരുടെ ഐഡന്റിറ്റി സ്വയം തിരിച്ചറിയുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ആണിനെ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ടും വളർത്താതെ അതിൽ ഡ്രസ്സിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടോയ്സിലാണെങ്കിലും ഒക്കെ എല്ലാത്തിലും ഒരു ന്യൂട്രാലിറ്റി ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം ശരിക്കും അത് നമ്മൾ പലപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ കരിക്കുലത്തിലേക്ക് അടക്കം അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെ ഈ രൂപത്തിലൊരു ക്യാരക്ടർ ഫോർമേഷൻ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞ് അത് ദുരുപയോഗം ചെയ്യുന്നതിലൂടെയാണോ ഇത്തരമൊരു ഹോമോസെക്ഷൽ ആക്റ്റുകളിലേക്കൊക്കെ ഉള്ളൊരു വാതിൽ എങ്ങനെയാണ് തുറക്കപ്പെടുന്നത്? ഒക്കെ ഇങ്ങനെ ഒരു ഓവർ കെയറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാരൻറ്റിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അത്തരം ഒരു പേഴ്സണാലിറ്റി, ഒരു സപ്രസ്ഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആവുന്നു. കുറച്ചും കൂടി ഒരു ഫെമിനിൻ ട്രെയ്റ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നു. അതിനെ പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ആക്റ്റിലേക്കുള്ള ഒരു മാറ്റമായി മാറുന്നത് എങ്ങനെയാണ്? ഈ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം, അതായത് ഗ്രോ ചെയ്ത് വരുന്ന ഏജിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല.
കാരണം വെച്ചാൽ ഈ ഒരു ക്യാരക്ടറുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തും. മാറ്റി നിർത്തുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ ഉള്ള അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ മെയിനായിട്ട് ആൺകുട്ടികൾക്കാണ് ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി റെയറായിട്ടാണ് നമ്മൾ ലേഡീസ് പിന്നെ അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളായിട്ട് മാറിയിട്ടുള്ള കഥകൾ നമ്മൾ വളരെ വളരെ റെയറായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ കോമൺലി അധികവും ലോകത്ത് എവിടെ പോയാലും നമ്മൾ കേൾക്കുന്ന ന്യൂസിൽ മെൻ ട്രാൻസ്ഫർ ടു ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറി എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കാണുമ്പോൾ നമ്മളറിയാണ്ട് അവരിലേക്ക് അടുത്തു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോമൺ ഇതിൽ ഈ ഇപ്പം സൊസൈറ്റിയിലെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള ആളാണെങ്കിൽ അയാളെ സെക്ഷലി അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് പൊതുവെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫെമിനൈൻ ക്യാരക്ടർ ഉള്ള ഒരാളാണെങ്കിൽ 13 വയസ്സിൽ ഇനിയിപ്പോൾ ഉണ്ടായി, ഇപ്പോൾ കുറേ നിയമങ്ങളൊക്കെ കുറേ രാജ്യത്ത് പല രീതിയിലും വരുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായി തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളെ ആ രീതിക്ക് മാത്രം ജീവിക്കാൻ വിടുമോ? ഇല്ല. അയാളെ എന്തെങ്കിലും വിധത്തിൽ ഒരു സെക്ഷൽ അബ്യൂസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾ എത്തിയിട്ടുണ്ടാവും. ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമല്ല പറയുന്നത്, നമ്മൾ കുറേ ആളുകളായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്നുള്ള ലൈഫ് ഹിസ്റ്ററിയും കൂടി കേട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം പബ്ലിക്കലി എല്ലാവർക്കും പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ഇത്രയും ആളുകളുടെ എക്സ്പീരിയൻസിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഇവർ ഫെമിനൈൻ ക്യാരക്ടർ ഉള്ള ഒരാളാണെങ്കിൽ സമൂഹം കാണുന്നത് അയാളെ രണ്ടാം നമ്പറായിട്ടും, പിന്നെ ഇതിനകത്ത് മുതലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ആ വ്യക്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും നമ്മൾ സൊസൈറ്റിയിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു ജീവിതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഏതൊരു വയസ്സ് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത്? അങ്ങനെ ഒരു സെക്ഷൽ കോണ്ടാക്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നത് പരിചയത്തിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അതായത് എൽഡേഴ്സ് ആയിട്ടുള്ള നമ്മളെക്കാട്ടിലും 10-15 വയസ്സ് മൂത്ത ആൾക്കാരെ എന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി അതൊരു ചൈൽഡ് അബ്യൂസ് തന്നെ ആയിരുന്നു. നമുക്കറിയില്ലായിരുന്നു. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഇല്ല. കാരണം ആരുമില്ല. നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്ത് വന്നപ്പം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ട്. സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവുന്ന ക്യാരക്ടർ അല്ല, കുറച്ച് മിക്സഡ് ആയിട്ട് ഒരു ബോയിന്റെ ക്യാരക്ടർ നിന്ന് മാറിയിട്ട് ഒരു ലിറ്റിൽ ഗേൾ എന്നുള്ള ലെവലിലോട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് വന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ആക്ച്വലി അവര് നമ്മളെ ശരീരം മാത്രമാണ് അവര് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവരത് ഫുൾഫിൽ ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിട്ടിച്ച് പോവുക, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ ആസ് എ മെൻ എന്നത് ശരിക്കും ഒരു 13 വയസ്സിൽ മെച്ചേർഡായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെമൻ പ്രൊഡക്ഷൻ നടക്കും, എജാക്കുലേഷൻ വരും, അർജ് വരും, ഡിസയർ ഉണ്ടാവും, സെക്ഷൽ ഡിസയർ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ഒരു ഫീലിങ്സ് ഈ ഒരു ശരീരത്തിലോട്ട് കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമതൊരു അറ്റംപ്റ്റിന് കൂടി ഈ ഒരു വ്യക്തി തയ്യാറെടുക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് അന്വേഷിക്കും. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ കോണ്ടാക്ട്സിലേക്ക് പിന്നെ അത് വളരും ചെയ്യും. ഇത് ഒരു പെൺകുട്ടീൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം പെൺകുട്ടികൾ ബൈ നാച്ചുറലി അറിയാലോ, ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ബൈ നാച്ചുറലി എന്താണ്, ഒരു സേഫ് ആയിട്ടുള്ള, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നമുക്കൊരു സേഫ് സോൺ ആണെന്ന് തോന്നിയിടത്ത് മാത്രമേ പെൺകുട്ടികൾ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. മെൻ എപ്പോഴും ഒരു സെക്സ് സീക്കർ തന്നെയാണ്. കാരണം അവന് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനൊരു സെക്സ് സീക്കറാണ് ശരിക്കും ഏതൊരാളും. അത് നമ്മൾ ഇപ്പം കല്യാണം കഴിയുന്നവരെ എല്ലാവരും പിടിച്ചു നിൽക്കും. പക്ഷേ കോമൺലി അധികം പേരും മെന്നിൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും. ആ ഒരു ലൈഫ് കഴിഞ്ഞിട്ടാണ് പിന്നെ മാരീഡ് ലൈഫിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പിടുത്തമുണ്ട്. പക്ഷേ ഈ
ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഇത്രയും നേരത്തെ എൻഗേജ്ഡ് ആയി വന്ന്, അല്ലെങ്കിൽ ഒരു 13 10 വയസ്സിലോ പിന്നെ ഈ ഒരു വീട്ടിലോട്ട് നേരിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സെക്കൻഡ് ടൈമിൽ ഇത് ഇജാക്കുലേഷൻ ഒരു സ്പേം ലെവലിൽ സ്പേം പുറത്തേക്ക് വരുന്ന ആ ഒരു ലെവലിലോട്ട് ശരീരം വളർന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നെക്സ്റ്റ് പേഴ്സൺ എന്നുള്ള ലെവൽ എന്ന കാര്യം ചിന്തിച്ചു തുടങ്ങും. പിന്നെ മാർക്കറ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി വളരെ ഹൈ ആണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അത്രയും സോഷ്യലി അത്രയും വൈഡായിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒരു ആൺകുട്ടീനെ സെക്ഷൽ കാര്യത്തിന് വേണ്ടിയിട്ട് കിട്ടുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കേൾക്കാത്ത പല അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ ഇത് സോഷ്യലി നടക്കുന്ന ഒരു സത്യമാണത്. മൊത്തം കാര്യങ്ങളിൽ നമ്മൾ പെൺകുട്ടികളെ സീക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇപ്പോൾ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ചെക്കൻ ഒരു പെൺകുട്ടീനെ സീക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറത്തായിരിക്കും ഒരു ആൺകുട്ടീനെ സീക്ക് ചെയ്യുന്നത്. എനിക്കങ്ങനെ തോന്നാൻ കാരണം അത് സോഷ്യലി ആ കാലത്ത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പം അത് കുറച്ചും കൂടി അല്ലാന്ന് പറയേണ്ടി വരും. കാരണം ആ കാലത്ത് പെൺകുട്ടികളെ നോക്കുക പിടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു സൊസൈറ്റീൻ്റെ ഒരു വാച്ചിങ് ഒരു കണ്ണുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം എനിക്ക് പറയാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. സൊസൈറ്റി ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മളെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് സബ്ജക്റ്റേ അല്ല. ഇന്ന് പെൺകുട്ടികൾ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും എന്ത് വേണമെങ്കിലും ആവാമെന്നുള്ള ആ ഒരു ലെവലിലോട്ട് ഇതന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയും അതിന്റെ അപ്പുറത്തോട്ടുള്ള പരിണത ഫലങ്ങളുമായിട്ട് ഇപ്പം അവരെന്ത് വേണമെങ്കിലും ആവാമെന്നുള്ള ആ ഒരു ലെവലിലോട്ട് അത് വളർന്ന് മാറിക്കഴിഞ്ഞു. ഇപ്പം ഈ വിഷയം ഇപ്പോഴത്തെ കണ്ടീഷനായിട്ട് എന്താ പറയാ മാച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇത് ആ കാലത്തെ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ ആ അനുഭവങ്ങൾ പിന്നെ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതൊരു ട്രാപ്പായ രൂപത്തിലേക്ക് വരികയാണോ, അതല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു നേച്ചർ ഓൾറെഡി ഉണ്ട്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത്തരത്തിലുള്ളൊരു അസോൾട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംഭവിച്ചു, ആ സംഭവിച്ചതിന് ശേഷം അതിന്ന് പിന്നെ പോയി അത് ഒഴിവാക്കി പോകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ പിന്നെന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ആൺകുട്ടി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരാൺകുട്ടീൻ്റെ ശരീരത്തിലേക്ക് ഒരു സെക്ഷൽ ഫീലിങ്സ് അത് ഏതെങ്കിലും വിധത്തിൽ ആ ആൺകുട്ടീൻ്റെ ശരീരത്തിൽ ഒരു കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ നെക്സ്റ്റ് ലെവലിലുള്ള ഒരാളെ കൂടി അല്ലെങ്കിൽ അടുത്തൊരു ടേമിൽ അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം കൂടി അതിനെ ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ആഗ്രഹിക്കും, അതിനുള്ള പരിശ്രമം നടത്തും. സ്വാഭാവിക. പക്ഷെ അത് നോർമൽ പേഴ്സൻ്റെ ലെവലിലാണെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ഒരു അഫെയറിലേക്കോ അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ട്, ഞാൻ പോസിറ്റീവ് മൈൻഡോട് കൂടിയല്ല പറയുന്നത്, നെഗറ്റീവ് മൈൻഡോട് കൂടിയുള്ള അപ്രോച്ച് ഉണ്ടാവും. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് നമ്മളെ കേസിൽ വരുമ്പോൾ ഈ ഫെമിനൻ ക്യാരക്ടറുള്ള ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെൻ ലെവലിലുള്ള ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് സീക്ക് ചെയ്യാണ്. കാരണം ഈ വ്യക്തിക്ക് സോഷ്യലി യാതൊരു കണക്ഷൻസും ഇല്ല. ഈ വ്യക്തി ഫെമിനൈൻ ക്യാരക്ടർ ആയതിനെക്കൊണ്ട് സോഷ്യലി മാറ്റി നിർത്തിയിട്ടാണുള്ളത്. കാരണം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആളുകൾ ഇപ്പം സംസാരിക്കുമ്പോഴത്തേക്കും വാക്കുകളായാലും നടത്തം ആയാലും ഇരുത്തമായാലും ഇതിലൊക്കെ ഫെമിനൈൻ ടച്ച് ഉണ്ടാവുകയാണ്. ഈ ടച്ച് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെൻസ് ഉണ്ടെങ്കിൽ, ഒന്നും വേണ്ട, നമ്മുടെ ക്ലാസ്മേറ്റ്സ് തന്നെയാണെന്ന് ഇരിക്കുക, ഒരു 40 പേരുണ്ടെങ്കിൽ 39 പേര് ആൺകുട്ടികളാണെങ്കിൽ ഈ ഒരു കുട്ടിയാണ് ഇങ്ങനെയെങ്കിൽ ആ ഒരു കുട്ടീനെ ഞങ്ങൾ മാറ്റി നിർത്തുക ചെയ്യുക. അല്ലാതെ ആ കുട്ടീനെ നമ്മളെയും കൂടി കൂട്ടിയിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അങ്ങനെ ഒരു സിസ്റ്റം നമ്മളെ നാട്ടിലില്ല. അത് ലോകത്ത് എവിടെയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയും അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലോൺലിനെസ്സോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഫെമിനൈൻ ഒരു ക്യാരക്ടർ ചെറുപ്പത്തിൽ നിർഭാഗ്യവശാൽ ക്യാച്ച് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ പിന്നീട് എന്താവുന്നത് മുഴുവൻ സമയം ഒരു മെൻ സീക്കറെ പോലെ ആയി മാറുന്നത്. കാരണം അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അയാളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായത് കൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി അതിലേക്ക് അട്രാക്റ്റഡ് ആവാണ്. അതായത് നോർമൽ ഒരു മെന്നായിട്ടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ടോ സെയിം ഏജിലുള്ള ഒരു ആൺകുട്ടിയായിട്ടോ ഫ്രണ്ട്ഷിപ്പിന് പകരം
അയാൾ ടേക്ക് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഫീലിംഗും കൂടി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളെ കൂടെയുള്ള ഒരാളായിട്ടോ തേടുന്നത്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ തേടി ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിലൊരു സംശയം, അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് പൊതുവെ സൊസൈറ്റിയിൽ നിന്നൊരു ഒരു പിന്നെ ഒരു റിജക്ഷൻ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ മിങ്കിൾ ചെയ്യാൻ വല്ലാതെ പറ്റൂല. അതിൽ ഒന്ന് ഈ ഒരു നേച്ചർ തന്നെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, നേച്ചർ തന്നെ മിങ്കിൾ ചെയ്യാനൊരു ഒരു പ്രയാസം ഉണ്ടാവും. രണ്ടാമത്തെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റിയാക്ഷൻസും അവർ നമ്മളെ കൂട്ടൂല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം നമ്മൾ ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് അത് പരിഹരിച്ചാൽ അത് പരിഹരിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു സ്ത്രൈണമായ കുറച്ചൊരു നടത്തുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിൽ ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ത്രൈണമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒരു ആൺകുട്ടിക്ക് അങ്ങനെയുള്ളൊരു വേരിയേഷൻ. നമ്മൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, പലതരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസിൻ്റെ കൂടെയുള്ളൊരു ഡിഫറൻസ് എന്ന രൂപത്തിൽ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള ഈ പ്രിഡേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോയി അവിടെ കുരുങ്ങുന്നതിൽ നിന്നും ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താൻ കുറേയൊക്കെ കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഞാൻ ആലോചിച്ച സമയത്ത് മനസ്സിലാവുന്നത്, ഇപ്പം നമ്മൾ ഇപ്പം എനിക്ക് ഈ ഒരു ഏജിലാണ് ഞാനിതിനെ പറ്റി കൂടുതൽ പഠിക്കുന്നത്. ഇപ്പം നമ്മളെ മെഡിക്കൽ രംഗത്തായാലും സൈക്കോളജി രംഗത്തായാലും ഒരുപാട് സൈക്കോളജി തെറാപ്പീസും ട്രീറ്റ്മെൻറ്റ് സിസ്റ്റങ്ങളും ഒരുപാട് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്രെയിൻ റീവയറിങ് പ്രോഗ്രാംസും കാര്യങ്ങളും അതിന് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല, അത് വരുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് വാശി പിടിക്കുക, അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളില്ലേ, നമ്മൾ ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ ക്യാരക്ടർ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുമാത്രം ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ലോകത്ത് അത്രയും സംവിധാനങ്ങളും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാക്കി അവരെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് തിയറീസും റിസർച്ചുകളും ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യം പറയുന്നത്. അത്രയും ഉണ്ടായിട്ട് പോലും ഒരു ക്യാരക്ടറുള്ള ഒരു ഫെമിനൈൻ ടച്ച് ഉള്ള ഒരാളാണെങ്കിൽ അയാളോട് പറയാണ്, നിനക്ക് ഒരു സൊസൈറ്റി ഉണ്ട്, അപ്പുറത്ത് ജീവിക്കുന്നവർ, ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ ഒരു നൈറ്റിൽ മാത്രം ആക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എവിടെ നിൽക്കുന്നുണ്ട്, അവിടേക്ക് പോയിക്കോ, അവിടെയാണ് നിനക്ക് ഇനി ലൈഫുള്ളത്, ഇനി ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ലൈഫില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ തള്ളിവിടാണ്. ആ തള്ളി വിട്ടത് കാരണം അവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോർമൽ സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരുപാട് പേര് അവരെ നാട്ടിൽ നിൽക്കാൻ പോലും തയ്യാറല്ല, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും അവർ തയ്യാറല്ല. ഈവൻ അവിടെ ജനിച്ചു വളർന്ന ആളായ പോലും അവർ ചെന്നൈയിലോ ബാംഗ്ലൂരോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കാനും നിൽക്കാനും അങ്ങനെയുള്ള അവിടെ പോയിട്ട് ജോലി ചെയ്യാനും ഒക്കെയാണ് അവർ താല്പര്യപ്പെടുന്നത്. കാരണം അവരെ സൊസൈറ്റി എന്ത് കളിച്ചിട്ടും എങ്ങനെ ആയാലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് എന്തോ ഒരു ഒരു വാശി പോലെ നിൽക്കുന്ന കാര്യം. ഇതിൽ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഓക്കെ, ഒരാൾക്ക് അങ്ങനെ ഫെമിനിൻ ടച്ച് ഉണ്ട്, ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ അത് അവരങ്ങനെയാണ്, അവർ ട്രാൻസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുക. ആയിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് അത്തരത്തിലുള്ളൊരു ട്രേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് അങ്ങനെ പെണ്ണായിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ ഗേ ആയിട്ട് ജീവിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷേ ഇപ്പോൾ താങ്കളിപ്പം തിരിച്ച് നടന്നല്ലോ, ഇനി അതല്ല, എനിക്ക് തിരിച്ചൊരു പോസിബിലിറ്റിയാണ് നോക്കേണ്ടത്, എനിക്ക് കൂടുതൽ ഒരു ആണിൻ്റെ മാനറിസം ആയിട്ട് തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പോസിബിലിറ്റി ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പോസിബിലിറ്റിയെക്കുറിച്ച് പഠിക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ പാടില്ല. ഇപ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ട്രൈ ചെയ്ത ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്ത്, അവരുടെ റിസർച്ചുകൾ ബ്ലോക്ക് ചെയ്ത്, ക്ലിനിക്കുകൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെ. ഒബ്വിയസ്ലി അതിൽ അശാസ്ത്രീയമായ ഒരുപാട് ഈ ഷോക്കടിപ്പിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതൊക്കെ എന്തായാലും നമ്മൾ എതിർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതല്ലാതെ അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അടക്കം എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാൻ. ഇതിനൊരു പരിഹാരം എന്തായാലും ഇല്ല, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളുക, ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയിക്കോളുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ ഇനി ആ ഒരു അവസ്ഥയിലുള്ളൊരു ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ച അനുഭവങ്ങൾ അടക്കമുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ആസ് എ ഗേ എങ്ങനെയാണ് ജീവിതം, നമ്മൾ പറയുന്ന ഒരു ഭയങ്കരമായൊരു ആ രൂപത്തിൽ ജീവിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നൊരു ജീവിതമാണോ, അല്ലെങ്കിൽ ഇല്ല ആക്ച്വലി ആ സമയത്ത് ഇങ്ങനൊരു
ശരീരത്തിന്റെ ആവശ്യം, ശരീരം പഠിച്ചു വെച്ച ആവശ്യം, അല്ലെങ്കിൽ ശരീരം നിരന്തരം ഫീൽ ചെയ്ത ഒരു സംഗതി പെട്ടെന്ന് കയറിയിട്ട് കട്ട് ചെയ്യാൻ മാത്രം ശരീരം സമ്മതിക്കുന്നില്ല. നമ്മൾ ശാരീരിക ഇച്ഛ എന്ന് പറയില്ലേ. ശരിക്കും ട്രാൻസ് കമ്മ്യൂണിറ്റി ഇന്നും ജീവിക്കുന്നത് ശരീരത്തിന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ അവർക്ക് മെന്റലി അവർ ഹാപ്പി അല്ല. ഞാൻ പലപ്പോഴും പലയിടത്തും സംസാരിച്ചപ്പോഴും അവർ മെന്റലി ഹാപ്പി അല്ല. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ വിഷയം ആസ് എ പേഴ്സൺ, അങ്ങനെ ആസ് എ ഗേ ലെവലിൽ ജീവിച്ച സമയത്ത് മെന്റലി ഞാൻ അൺഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ശരീരത്തിന്റെ ആവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മെന്റലി ഞാൻ എന്തല്ല ഹാപ്പി അല്ല. അപ്പം ഞാൻ ആ സമയത്ത് എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഒരു സൊസൈറ്റിയിൽ എത്തുമ്പോൾ ഞാൻ കളിയാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ അത്തരം കളിയാക്കലിന്റെ പേരുകൾ വിളിക്കപ്പെടുന്നു. ഇതെന്തുകൊണ്ട്, എന്താണ് അതിന്റെ കാരണം? ഞാൻ നിരന്തരം എന്നെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ സമയത്തിന് ഇപ്പം ആ ഒരു 8-ാം വയസ്സ് അല്ലെങ്കിൽ 10-ാം വയസ്സ് തൊട്ടിട്ടുള്ള ഒരു ജേണി പറയാനുണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ എന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ സൊസൈറ്റിയിലൊക്കെ ഇറങ്ങിയപ്പം അവൻ എന്തിനെന്നെ കളിയാക്കി, ഏത് പോയിന്റിലാണ് എന്നെ കളിയാക്കിയത്? ഞാൻ സംസാരിച്ചിട്ടാണോ, ഞാൻ നടന്നിട്ടാണോ, ഞാൻ ഇരുന്നപ്പോഴാണോ അതൊരു രസമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒരു ജോക്കർ ലെവലിൽ തോന്നാനുള്ള കാരണം എന്ത് ചെയ്യുന്നു? അപ്പം എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നം എന്താണ്? അപ്പം ഞാനത് റീഫോം ചെയ്ത് ഒന്ന് റീറൈറ്റ് ചെയ്ത് അതിലൊരു എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി ഒരു അനാലിസിസ് ഉണ്ടാക്കി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ, എൻ്റെ ശരീരത്തിലൂടെ ഞാൻ തന്നെ നോക്കുമ്പോൾ എനിക്ക് നല്ല മസിൽസ് ഉണ്ട്, എനിക്ക് ശരീരത്തിൽ ഒരു കുഴപ്പമില്ല, ആണിൻ്റെതല്ലാത്ത ഒരു സംഭവങ്ങൾ എൻ്റെ ശരീരത്തിലില്ല. എനിക്ക് 13-ാമത്തെ വയസ്സ് തൊട്ട് സെക്ഷൽ ഡിസയർ ഉണ്ട്, ഇറക്ഷൻസ് ഉണ്ട്, ഇജാക്കുലേഷൻ ഉണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിളിക്കപ്പെടുന്നത് വേറൊരു പേരും, സൊസൈറ്റിയിൽ ഞാൻ വിളിക്കപ്പെടുന്ന വേറൊരു പേരും, എൻ്റെ സ്വകാര്യതയിൽ വരുമ്പം എനിക്കിതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, പിന്നെന്തുകൊണ്ട് ഞാൻ ഒരാണ അല്ല എന്ന് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കുന്ന വാക്കുകൾ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചത്. അങ്ങനെ അത് ഒരു വലിയ ജേണി ആയിരുന്നു ആ സമയം. എനിക്ക് തോന്നുന്നു എനിക്ക് പഠിത്തത്തിലോ അല്ലെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് അതിലൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പഠിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ പഠിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ എന്തോ ഒന്നല്ലാത്തതിന് എവിടെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ തിരുത്തി കൊണ്ടുവരണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യത്തിലുണ്ടായിരുന്നത്. ലൈഫിൽ എനിക്ക് വേറെ ഒന്നും ഹാപ്പി കിട്ടിയിട്ടില്ല. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ബാല്യം തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. കാരണം നിരന്തരമായിട്ടുള്ള ചൈൽഡ് അബ്യൂസ്, ഈ ഒരു സെക്ഷൽ കോണ്ടാക്റ്റുകൾ വന്നു, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷണൽ കോണ്ടാക്ട്സുകൾ വരെ അതിൻ്റെ അകത്ത് ഉണ്ടായിപ്പോയി. അപ്പോൾ അത് കൂടുതലായിട്ട് മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിച്ചു. പക്ഷേ ഈ സമയത്തും ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, അപ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കളിയാക്കലിൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഞാൻ കോപ്പി ചെയ്തത് മുഴുവനും എൻ്റെ ചെറുപ്പത്തിലുള്ള ഞാൻ എൻ്റെ മുന്നിൽ കണ്ട എൻ്റെ ഉമ്മാൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ക്യാരക്ടർ, ഒരു സ്വഭാവ രീതികളും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് കേട്ടതും ചെയ്തതും. അപ്പം അതാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, ജീവിതത്തിൽ അതായത് എൻ്റെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നതിൽ മുഴുവനും ഈ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ നടത്തത്തിലായാലും ഇരുത്തത്തിലായാലും സംസാരത്തിലായാലും എല്ലാത്തിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ ഷൈ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി സംസാരിക്കുന്ന പെൺകുട്ടികളെ പോലെ സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ തൊണ്ടയിൽ നോക്കുമ്പോൾ എനിക്ക് നമ്മൾ പറയില്ല ആദംസ് ആപ്പിൾ എനിക്കും ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് സൗണ്ട് ഇങ്ങനെ ഭയങ്കര ഒതുങ്ങി പോകുന്നു എന്നുള്ള ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതും എനിക്ക് തോന്നുകയാണ് ഞാൻ അങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ ആക്ച്വലി അല്ല, ഞാൻ എൻ്റെ സൗണ്ട് ഒന്ന് പുറത്തോട്ടെടുത്ത് ആദംസ് ആപ്പിളിന്റെ അവിടെ ഒന്ന് കിക്ക് കൊടുത്തൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, ശബ്ദം നന്നായിട്ട് പുറത്തു വരുന്നുണ്ട്, നല്ല ഗംഭീരമുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ പിന്നെ എന്താണ് കുഴപ്പം? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചത് ഇങ്ങനെയാണ് കൊണ്ട് ഞാൻ വീണ്ടും എന്റെ സംസാരത്തിൽ ഞാൻ തന്നെ ഒരു സപ്രഷൻ കൊണ്ടുവരാണ്. അതായത് വോയിസിൽ തന്നെ ഞാൻ അറിയാണ്ട ഒരു സപ്രസ് ചെയ്ത് ഒരു ഒതുക്കി
സംസാരിക്കുകയാണ് ഞാൻ മനഃപൂർവ്വം. എന്തിനു വേണ്ടി? ഒന്നിനുമല്ല. അതായത് നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ പഠിച്ചത് അതന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇത്തിരി ശബ്ദത്തിൽ തന്നെ ഇത്തിരി ഗാംഭീര്യം കൂട്ടിയാണ്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഏതൊരു ഇപ്പം നമ്മള് ഒരു ചെറുപ്പത്തിലുള്ള ഒരു അനുഭവം കഴിഞ്ഞ് കുറെ കാലം അങ്ങനെ ജീവിച്ചു. അല്ല, ഒരു 14 എനിക്ക് തോന്നുന്നു ഒരു SLC +2 സമയത്ത് തന്നെ ഞാൻ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. +2 സമയമാകുമ്പോഴേക്ക് തിരിച്ചുള്ള ഒരു ജേണിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. ആ ഒരു സമയത്തേക്ക് കംപ്ലീറ്റ്ലി മാറിയോ അല്ലെങ്കിൽ ഇല്ല. കാരണം ആ സമയത്ത് മാനറിസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഒരു 100% എടുക്കുമ്പോൾ ഒരു 70-30 എന്നുള്ള ലെവലായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. 70% ഫെമിനൈൻ ക്യാരക്ടറും 30% ഒരു ബാക്കി മെൻ ലെവലിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാല് ഈ 70 ഉള്ളത് കൊണ്ട് നമ്മളിപ്പം ഒരു കൂട്ടം ആൾക്കാരെ ഫസ്റ്റിൽ നമ്മൾ പരിചയപ്പെടുമ്പം അവർക്ക് ഏതാണോ ഫസ്റ്റ് കിട്ടുന്നത് അത് അവരതായിരിക്കും ഫസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു വ്യക്തിനെ കണ്ട പാടന്നെ അനലൈസ് ചെയ്ത് വിലയിരുത്തരുത്, അയാളെ ചിലപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ട് വിലയിരുത്തണം. അതും നമ്മൾ ഇത് ഈ ഒരു കാര്യം മെന്റൽ പ്രശ്നമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അങ്ങനെ ആ ഒരു സമയത്തുള്ള ഈ 70% കാരണം നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന റീപ്ലൈ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, ആളുകൾ എന്നുള്ള കാഴ്ചപ്പാട് അവനൊരു ഫെമിനൈൻ ക്യാരക്ടർ ആണ് എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഓരോ ഇഞ്ച് മാറ്റം വരുത്തുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ മറ്റുള്ളവർ തയ്യാറല്ല. അപ്പൊ നമ്മുടെ സൊസൈറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. ഒരാള് മുന്നോട്ട് വരിക എന്ന് പറയുന്നത്, അയാളെ കൈപിടിക്കുക എന്നുള്ളത് നമ്മളെവിടെയും ഇല്ല കാര്യം. ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ആ ഒരു ലെവലിലോട്ട് എൻ്റെ ക്യാരക്ടറിനായാലും എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ, വാക്കിംഗ്, സിറ്റിംഗ്, ഐ മൂവ്മെന്റ്, ആ കാര്യങ്ങൾ മുഴുവനും ഇന്ന് ഒരു ഫോർമാറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ എൻ്റെ ഹാർഡ് വർക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സും കൊണ്ടാണ്. അതെ, ഇതിലിപ്പം നമ്മൾ ആ ഒരു ചേഞ്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വളരെ ചെറുപ്പം തൊട്ടേ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ പോയി ഒരു ഏകദേശം എത്ര കാലം ഇങ്ങനെ ഒരു ആസ് എ ഗേ നമ്മൾ ഒരു കാലം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? നമ്മൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആകുന്നത് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13 ഇയേഴ്സ് എന്തായിട്ടുണ്ട്. 13 ഇയേഴ്സ് എന്തായിട്ടുണ്ട് ഒരു ഗേ ലൈഫ് തന്നെ, ഒരു കംപ്ലീറ്റ് ഗേ ലൈഫ് എന്ന് പറയാം. പക്ഷെ ആ സമയത്തും ഞാൻ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും മാറ്റി പതുക്കെ എൻ്റെ ജേർണിയിൽ വേറൊരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ആവണം എന്നുള്ള ആ ഒരു ഡിസിഷൻ നേരത്തെ ഉണ്ട് കയ്യില്, ഒരുപാട് നേരത്തെ ഉണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എനിക്ക്. ഇതില് ഒരു ചോദ്യം ഒരു പക്ഷേ ഏകദേശം ഒരു 13 ഇയേഴ്സ് ജീവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചിപ്പം ഒരു സ്ട്രെയിറ്റ് ആയ ഒരു ലൈഫാണ്. അപ്പം ആണെങ്കിൽ പറയാണ് ശരിക്കും ഒരു ഗേ ആയിരുന്നില്ല, അതൊരു ബൈസെക്ഷൽ ആയിക്കൂടെ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗേ ആയിരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് ഒരു പുരുഷന്മാരോടും സ്ത്രീകളോടും ലൈംഗികത തോന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിനൊരു പോസിബിലിറ്റി എങ്കിലും ഉണ്ടായിരുന്നോ? അന്നത്തെ സമയത്ത് എനിക്ക് മെന്നോട് മാത്രമായിരുന്നു, ആണുങ്ങളോട് മാത്രമായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു പെണ്ണിനെ കണ്ടാൽ അങ്ങനെ ഒരു സെക്ഷലി ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അവരൊന്ന് ഹഗ് ചെയ്യണമെന്നോ ഒന്നും വേണ്ട. അവരായിട്ടൊന്ന് റൊമാൻറ്റിക് ആവണമെന്നോ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കണമെന്നോ റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് മൂഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല, ഒരു ഫീലിംഗ് വന്നിട്ടില്ല. എനിക്ക് അവരൊന്ന് ഹഗ് ചെയ്യണമെന്ന് പോലും തോന്നിയിട്ടില്ല. കാരണം അവരോട് എനിക്കൊരു ഒരു ഭയങ്കരമായ റെസ്പെക്ട് ചെയ്യണം. കാരണം എൻ്റെ മദറിനെ ഞാൻ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്തത് അതുപോലെയാണ് ഞാൻ ലേഡീസിനെ അടുത്ത് റെസ്പെക്റ്റോട് കൂടിയാണ് അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നത്. അതെന്തുകൊണ്ട് ഇപ്പൊ സെയിം ഏജിലുള്ള ഒരാളടുത്ത് പോലും എനിക്ക് ഒരു അഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഇഷ്ടോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിൽ വന്നൊരു ഫീലിങ്സ് എന്താ വെച്ചാല് അവര് എൻ്റെ കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് എൻ്റെ പോലെ ആണെന്ന് ഞാൻ അവരെ പോലെയാണ് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ ഞാൻ അവരിൽ നിന്ന് മാറി നിന്നോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും എനിക്ക് ആൺകുട്ടികളുടെ ഇടയിൽ എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ കൂടുതലും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അവരായിട്ടാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്തത്. പക്ഷെ ആ ഇന്ററാക്ഷനിലൂടെ ഞാൻ ശരിക്കും എൻ്റെ മാനറിസം ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്.
അതും ഞാൻ എൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ അവർ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അവരുടെ ക്യാരക്ടറിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എൻ്റെ ക്യാരക്ടറിലുണ്ടോ, അതിന് ഓരോന്നിനെ ഞാൻ ഇറേസ് ചെയ്ത് കൊണ്ടുവരാ ചെയ്തത്. ഇതില് ഇപ്പൊ നമ്മള് ഒരു 13 വർഷം എന്ന് പറയുമ്പോൾ അതില് വലിയൊരു പിന്നെ കാലം ചിലപ്പോൾ ഈ തിരുത്തലിനുള്ള കാലമായിരിക്കാം. എന്തിനാണ് അങ്ങനെ ഒരു തിരുത്തൽ വരുത്തുന്നത്? എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ നിലക്ക് ജീവിച്ചാലും അവിടെ ഒരുപാട് സുഖം കിട്ടുന്നുണ്ട്, ഒരുപാട് പ്ലഷർ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ, എന്തിനാ അപ്പൊ അത് തിരുത്തുന്നത്? എന്തിനാ? അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു പ്ലഷർ സീക്കിംഗ് എത്രത്തോളമാണ് അത് തിരുത്താൻ തോന്നാൻ കാരണം എന്താണ്? ശരിക്കും ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ അല്ല, അതായത് നാച്ചുറലി എന്തല്ല ഇങ്ങനെ അല്ല. ആ തിരിച്ചറിവ് എനിക്ക് വളരെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, അവർ നന്നായിട്ട് ജീവിക്കുന്നു, അവർ ടൂർ പോകുന്നു, പിന്നെ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളും കാര്യങ്ങളും, അവർ ഫുട്ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, പിന്നെ അവർ ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടി പ്രത്യേകം സമയം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ എല്ലാത്തിൽ നിന്നും മാറിയിരിക്കുന്നത്. അപ്പം അത് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ പലതും കൂടിയതാണ്. ഒബ്വിയസ്ലി ഒരു സ്ട്രെയിറ്റ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സെക്സ് എന്ന് പറയുന്നതും അയാളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും. ചിലപ്പം പിന്നെ ശരിയായതോ അല്ലാത്തതോ ആയ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്തുണ്ട്, വേറെയും ഒരുപാട് ഫാമിലി, അതുപോലെ തന്നെ ബന്ധങ്ങൾ, ടൂറുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ആസ് എ ഗേ നിങ്ങളുടെ പ്ലഷർ മൊത്തം ഇതിൽ മാത്രമായി പോകുന്നു. അങ്ങനെ ഒരു അഡിക്ഷൻ രൂപത്തിലേക്കാണോ ഇത്? അതെ. ആ ഒരു അഡിക്ഷൻ കാരണമാണ് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചൊരു വരവ് പലർക്കും. ഇപ്പോൾ നമ്മൾ ഏതൊരു 100 ആളെടുത്ത് വെച്ചാൽ 100 ആൾക്കും ഈ ഒരു അഡിക്ഷൻ കാരണമാണ് തിരിച്ചു വരാൻ കഴിയാത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 13-ാം വയസ്സ് തൊട്ടിട്ട് അങ്ങോട്ടേക്ക് ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ഫീലിങ്സ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ആൺകുട്ടി അതിനു വേണ്ടി രണ്ടാമത് ശ്രമിക്കും. നമ്മൾ മയക്കുമരുന്നിന്റെ കേസ് നമ്മൾ കേൾക്കുന്നില്ലേ, 1-2 പ്രാവശ്യം അടിച്ചിട്ട് ആരെങ്കിലും നിർത്തണോ? ഇല്ല. അത് ഒരു ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മളിതിപ്പം പോലീസുകാർ പിടിക്കുന്ന മറ്റൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അതില്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നീട് വളരെ റെയർ ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ നിന്ന് സ്വബോധത്തോട് കൂടിയിട്ട് തിരിച്ചു വന്നത്. അതേപോലെ ഇതിനകത്തും തിരിച്ചു വരാൻ പറ്റുന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ശരിക്കും ഇത് ഈ ഒരു കമ്പാരിസൺ ശരിക്കും ഭയങ്കര ഒരു കാര്യമാണ്. വെച്ചാൽ ഒരു പ്ലഷർ സീക്കിങ്ങിലേക്ക് നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ. ഇപ്പൊ നമ്മുടെ ബയോളജിക്കലി സ്പീക്കിംഗ് ഡോപ്പമിൻ കിട്ടുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു മയക്കുമരുന്ന് നമ്മൾ പല ആളുകളും ജസ്റ്റ് എന്തെങ്കിലും ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു എന്നുള്ള പേരിലായിരിക്കും അതിലേക്ക് വീഴുക. പിന്നെ നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി ക്രേവ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് കിട്ടണം, അതിങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരും. എന്ന് വെച്ചാൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവിതം അതുമാത്രമായി മാറുകയാണ്, വേറെ ഒന്നും ഒരു എൻജോയ്മെൻറ്റും ഇല്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ബന്ധവും അങ്ങനെ ഒരു രൂപത്തിലേക്ക് അതിൽ കുരുങ്ങിപ്പോകുന്ന രൂപത്തിലേക്ക് അഡിക്ഷനായി പോവുകയാണ് എന്നുള്ളതാണോ? അല്ലെങ്കിൽ അങ്ങനെ വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോവാണോ? ഈ അഡിക്ഷൻ സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് ഗേസിന്റെ അല്ലെങ്കിൽ ഗേ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ വേണമെങ്കിൽ ഒരു 2 ഗ്രൂപ്പ് എനിക്ക് തോന്നിയ കാര്യമാണ്. ഇങ്ങനെ ഫെമിനൻ ക്യാരക്ടർ ഉള്ള ആൾക്കാർ അവർ പിന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയി, പിന്നീട് അവർ വീണ്ടും അതിൽ എൻഗേജ്ഡ് ആയി, അവർക്ക് അവരുടെ അഡിക്ഷൻ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ വന്നു. അതേപോലെ മെച്യൂർഡായിട്ട് ഒരു 21 അല്ലെങ്കിൽ 18 15 പിന്നെ ഏത് ഏജ് എടുക്കാം. ഇപ്പം ഏത് ഏജ് എടുക്കണം, പഴയ കാലത്ത് അങ്ങനെയല്ല. ഇപ്പം ഏത് ഏജിൽ എന്ത് സംഭവിക്കുക എന്നുള്ള അവസ്ഥയാണ്. പഴയ കാലത്താണെങ്കിൽ 20-24 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലോട്ട് എന്തെങ്കിലും ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യം ഒന്ന് ആക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കുറച്ചും കൂടി പഴയ കാലത്തൊക്കെ ഒരു 20 ആണ് ഉള്ളത്. അപ്പൊ ഈ 20th ഏജ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അയാൾ കേൾക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ആ ഒരു സംഗതി ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അവരെന്ത് ചെയ്യും, നോർമലി അവർ എൻജോയ് ചെയ്യും, അവരത് ചെയ്യും. അവർ ആ ഒരു ആക്ടിവിറ്റി അവർ ചെയ്യും. അവരെ എൻജോയ്മെന്റോ അല്ലെങ്കിൽ പ്ലഷറോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി വരില്ല. അതായത് അത് ചിലപ്പോൾ 1-2 പ്രാവശ്യം ചിലപ്പോൾ അവർ ലൈഫിൽ നടന്നിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ അവരത് ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അവർക്ക് ആ സമയത്തെ ചിലപ്പം അപ്പുറം വേറൊരു അഫെയറുമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മാരേജിലേക്ക് പോകാൻ എന്ത് ചെയ്യും, അവർക്ക് സിമ്പിളായിട്ട് കഴിയും. പക്ഷെ അവരെ സംബന്ധിച്ചോളം അതൊരു ഒരു മെന്റലി ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം അവർ മെച്യൂരിറ്റിക്ക് ശേഷം അവരെന്ത് ചെയ്യും, നോർമൽ മാരീഡ് ലൈഫ് മാനേജ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് പിന്നെ ഈ വിഷയത്തിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്യുക പോലും ഉണ്ടാവില്ല. പക്ഷെ അവർ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഫെമിനൻ ക്യാരക്ടറിലാണ് ഒരാൾ ജനിച്ച് വളർന്ന് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് എത്തുന്നതെങ്കിൽ അയാൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കായാലും അറിയാം, ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്ക് പുറത്ത് കളിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. കളിക്കുന്നവർ ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും കളിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മൾ കളിച്ചു വളർന്നല്ലേ പറയും, ഇപ്പോഴല്ലേ മൊബൈലായത്. അപ്പൊ ആ സമയത്ത് ഈ കളിച്ചു വളരുന്നതാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഈ ഇത്രയും വളരെ ചെറുപ്പത്തില് ഫിസിക്കൽ ബോഡി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഫീലിങ്സ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാത്രമല്ല, അയാളൊരു ഇൻട്രോവേർട്ടും അയാളെ സോഷ്യലി അഡ്മിറ്റഡും അല്ല, അക്സെപ്റ്റഡും അല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ആ ആൺകുട്ടിക്ക് എവിടെയെങ്കിലും ഒരു പ്ലഷർ സീക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റിലേക്കാണ് പിന്നെയും ആ കുട്ടി വീണ്ടും എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടി പിന്നെ ഒരിക്കലും ഒരു നല്ലൊരു രൂപത്തിലുള്ള ലൈഫിലോട്ട് ഈ കുട്ടിക്ക് എത്താൻ കഴിയില്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇപ്പം 10 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് നല്ലൊരു മെച്യൂരിറ്റി, നല്ലൊരു ചിന്താശേഷി, നല്ലൊരു കാഴ്ചപ്പാട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 20-25 ഏജിന്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ലോകം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും നമ്മൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധ്യം വരുന്നത് ആ സമയത്താണ്. ഈ സമയം ആവുമ്പോഴത്തേക്കും ഒരു 10-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് ഇതൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഹാബിറ്റിനാണ് പിന്നീട് ഇപ്പം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് 15 വർഷത്തെ ഒരു ഹാബിറ്റിനാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്. ഈ 15 വർഷത്തെ ഹാബിറ്റിനാണ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഈ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു സ്ട്രേറ്റ് പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. അപ്പം ഇത് എന്തല്ല ഒരു നടക്കാത്ത ഒരു കാര്യമല്ല, വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു മെന്റൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളെ വളരെ വർഷങ്ങൾ നമ്മൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടും അവർ മാറാത്ത വിഷയങ്ങളുണ്ട്. ഇത് നല്ല ബോധം, നല്ല ചിന്താശേഷി, നല്ല കാര്യബോധമുള്ള അല്ലെങ്കിൽ ലോകത്തിനെ പറ്റി അറിയുന്ന, നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും നല്ല ആ രീതിക്ക് തന്നെ ലക്ഷ്യബോധമുള്ള വ്യക്തികളുടെ ലൈഫിൽ നിന്ന് തന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ വ്യക്തികളാണ് പറയുന്നത് ഇത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ്. അതെ അതെ അതെ. താങ്കൾ പറഞ്ഞു അത്രയും എളുപ്പമല്ല, എന്നാൽ അതേ സമയത്ത് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏകദേശം 10-15 വർഷം ഡെവലപ്പായി ക്യാരക്ടർ, നടത്തം, അതേപോലെ തന്നെ മാനറിസം, അതേപോലെ തന്നെ ആ ഒരു ഹാബിറ്റ്, ഏറ്റവും പ്രത്യേകിച്ച് അതന്നെ അതില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പറ്റാത്തൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിലൂടെ മാത്രം പ്ലഷർ കിട്ടുന്ന ഒരു അവസ്ഥ, ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പറഞ്ഞു. അതിൽ താങ്കൾ പറഞ്ഞു ഒരു സൗണ്ടിൻ്റെ വിഷയത്തിൽ അത് വളരെ ബോധപൂർവമായ കുറേ പരിശ്രമങ്ങൾ താങ്കൾ നടത്തി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്താണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളിലാണ് താങ്കൾ മാറ്റം വരുത്താൻ എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ ആ സമയത്ത് കളിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. കാരണം ഞാൻ കളിക്കുമ്പം ഈ ഒരു നടത്തം അങ്ങനെ ആയി പോകുന്നുള്ള ഒരു ഇതുകൊണ്ട് കളിക്കാനൊന്നും പോക്കില്ലായിരുന്നു. പിന്നെ ഞാൻ മനഃപൂർവ്വം നമ്മളെ നാട്ടിലുള്ള ഫ്രണ്ട്സുമായിട്ട് കണക്റ്റഡ് ആവുകയും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തും അവരായിട്ട് മിങ്കിൾ ആവുകയും ചെയ്തിട്ട് മനഃപൂർവ്വം ആ ഒരു എങ്ങനെ വന്നാലും എനിക്ക് ഇവരെ കൂട്ടത്തിൽ കൂടണം. എന്നെ മാറ്റി നിർത്തിയിട്ട് ഈ സൊസൈറ്റിക്ക് കാലം മുന്നോട്ട് പോകരുത്. കാരണം ഞാൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു സ്പേസ് ഉണ്ട് എന്നത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. കാരണം നമുക്ക് മറ്റുള്ള എല്ലാ കാര്യത്തിനും കഴിയുമെങ്കിൽ ഇത് മാത്രം എന്തുകൊണ്ട് കഴിയില്ല? അപ്പൊ ഇത് പോസിബിൾ ആണ്. കാരണം എനിക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, മസിൽസ് ഉണ്ട്, പിന്നെ ഞാനൊരു വീക്ക് പേഴ്സൺ അല്ല, ഒരു ഡിസേബിൾഡ് അല്ല, ഇതൊക്കെ എനിക്ക് ചിന്താശേഷി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഓരോ പോയിന്റിലും ഇപ്പം ആദ്യം ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ സ്റ്റൈലിൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നു, സംസാരത്തിൻ്റെ സ്റ്റൈലിൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നു. ഞാൻ ഒരു വാക്ക് പറയുമ്പം കുറച്ചും കൂടി ശ്രദ്ധിച്ച്
അത് കറക്റ്റായിട്ടുള്ള വാക്കാണോ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ അത് തന്നെയാണോ എന്നുള്ളത് ശരിക്കും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തു. കാരണം നമ്മൾ സംസാരിക്കുന്ന രീതി ഫെമിനൈൻ ടച്ചുള്ള ആ രീതിയിൽ നിന്ന് മാറി ഒരു മെൻ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പാറ്റേണിലേക്ക് സംസാരിച്ച് പഠിച്ചു. സംസാരിച്ച് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തു. ഞാൻ തന്നെ എൻ്റെ ട്രെയിനർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ടെക്സ്റ്റിലിരുന്ന് നോട്ട്സ് എഴുതി എങ്ങനെ സംസാരിക്കണം, ഞാൻ ഇന്നലെ സംസാരിച്ച ഏത് വാക്കിലാണ് പ്രശ്നമുള്ളത്, ഈ വാക്ക് ഉപയോഗിക്കാൻ പാടുന്നു, ഈ വാക്ക് ഒരു മെൻ ഉപയോഗിക്കേണ്ട വാക്കാണോ ഇത്, ആ രീതിക്ക് ഞാൻ എൻ്റെ വോക്കാബുലറി അടക്കം ഒബ്സർവ് ചെയ്ത് അതിനെ ഇറേസ് ചെയ്യേണ്ടതാണെങ്കിൽ ഇറേസ് ചെയ്ത് വാക്കുകൾ എന്താണോ ഡെലിവർ ചെയ്യേണ്ടത് ആ വാക്കുകളടക്കം ഞാൻ റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം ഈ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വോക്കലിൽ ആ ഒരു സ്ട്രെങ്ത്നെസ് കൊണ്ടുവന്നു. ആ സ്ട്രെങ്ത്നെസ് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ പകുതി പ്രശ്നം സോൾവ് ആയ പോലെ എനിക്ക് തോന്നിയത്. ആദ്യത്തെ വിഷയം, നമ്മളൊരു വ്യക്തി ഇപ്പം അങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ സംസാരിച്ചാലായിരിക്കും ശബ്ദം കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറയും നമ്മൾ. ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു, അത് ഓവർകം ചെയ്തു. പിന്നീട് അതിനെ കൂടെ തന്നെ ഞാൻ പല സമയത്തും കളിക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായില്ല. കാരണം മെൻ്റലി പറ്റാത്ത എനിക്ക് സംഭവം കഴിയില്ല എന്നുള്ളത് എൻ്റെ തോന്നലായിരുന്നു. ഞാനത് അങ്ങനെയാണ്, ഫെമിനൈനാണ് ആണെന്നുള്ളത് എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ ഇത് തീരുമാനമെടുത്ത് ഞാൻ അവരെ കൂടെ കളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച തീരുമാനത്തോട് കൂട്ടിയിട്ട് ഞാൻ അവരെ കൂട്ടത്തിലേക്ക് ചെന്നു. അത് അവർ എന്നെ കൂട്ടി കളിക്കാൻ പറ്റി. അത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ വലിയ പെർഫെക്ഷനോട് കൂടി ചെയ്തെന്നല്ല പറയുന്നത്. അതിൽ പിച്ച വെച്ച പോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമായിരുന്നു അത്. പക്ഷേ കുറച്ച് വൈകിയാണ് ആ കാര്യം പഠിക്കുന്നത്. പക്ഷെ എന്നാലും അതെന്ത് ചെയ്യാൻ പറ്റി. അത് ചെയ്തതിലൂടെ എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. 100% കോൺഫിഡൻസ് ആണ് ആ ഒരു സംഭവത്തിലൂടെ കിട്ടുന്നത്. ഇത് ഓരോ ലെവലിലും ഞാൻ എൻ്റെ എല്ലാ രീതിക്കുള്ള കോണ്ടാക്ട്സുകൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു യെസ് ഓർ നോ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പറ്റാത്തതാണെങ്കിൽ നോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ക്യാരക്ടറിനെ ഞാൻ ഫോർമാറ്റ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പിന്നെ പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഈ ആക്ടിവിറ്റിയും, അതായത് സെക്ഷൽ ആക്ടിവിറ്റിയും ഒരേ സമയം പോകുന്നുണ്ടെങ്കിലും ഇതിന്റെ സമയത്തൊക്കെ സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നത് ഫിസിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ആണും എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫിസിക്കൽ ശരീരത്തിന്റെ ആവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആരും അത് ചെയ്യും. ആ രൂപത്തിലാണ് നമ്മളെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉള്ളത്. പിന്നീടാണ് ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു ശരിയായ ഒരു ആക്ടിവിറ്റി അല്ല എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ശരിക്കും ഇതിന്ന് പിന്നോട്ടടിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പിന്നെ വളരെ വലിയൊരു ഞങ്ങൾ വളരെ ചുരുങ്ങിയ ചില വാക്കുകളാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ വർഷങ്ങളുടെ ഒരു അധ്വാനം, അത്രയും കഠിന പ്രയത്നം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഓരോ കാര്യത്തിനെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവുകയാണ്, എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന വിഷയത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ എങ്ങനെയാണ് താങ്കൾ എവിടുന്നാണ് ആ ഇൻഫർമേഷൻസ് കിട്ടിയത്? അല്ലെങ്കിൽ താങ്കളുടെ തന്നെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലുണ്ടായ ഓരോ വിഷയങ്ങളെയും അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം സ്വയം തന്നെ ചെയ്ത കാര്യം മാത്രമാണോ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വായനയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഒരുപാട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വായനയും ഒബ്സർവേഷനും നടത്തിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും ഒബ്സർവ് ചെയ്തത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് കൂടുതൽ കഴിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഒബ്സർവേഷനാണ്, ട്രൂ ഒബ്സർവേഷനാണ്. ഞാൻ സൊസൈറ്റിയിലേക്ക് വന്ന് നിന്നിട്ട് ഞാൻ ബാക്കോട്ട് നിന്നില്ല. കാരണം ആദ്യം ബാക്കോട്ട് നിന്നാൽ ഞാൻ പിന്നീട് ബാക്കോട്ട് നിന്നില്ല. പിന്നീട് ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നു നിന്നു. ആദ്യം ഫ്രണ്ടിൽ നിൽക്കാൻ പേടിയുണ്ടായിരുന്നു, ഞാൻ ഫ്രണ്ടിൽ തന്നെ തിരിച്ചു വന്നു നിന്നു. അവിടെ ഒരു സോഷ്യൽ ഇൻ്റർഫിയർ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ സ്റ്റേജ് ഫിയർ പോലും ഇല്ലാത്ത വിധത്തിൽ ഞാൻ അവിടെ ഫ്രണ്ടിൽ വന്നു നിന്നു, ധൈര്യത്തോടു കൂടി വന്നു നിന്നു. പക്ഷെ ഉള്ളിൽ പേടിയുണ്ട്, അപ്പോഴും ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ എന്ത് വന്നാലും ഞാൻ ചേഞ്ച് ആവും, ഞാൻ ചേഞ്ച് ചെയ്യും എന്ന് ഉറപ്പിച്ചെന്നെ നിൽക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തു.
എന്താ ഈ വിഷയമല്ല, നമ്മൾ എങ്ങനെ സംസാരിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഓരോ കാര്യങ്ങളിലുള്ള അപ്രോച്ച് അല്ലെങ്കിൽ കാഴ്ചപ്പാട്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അന്നൊന്നൊരു കാഴ്ചപ്പാടില്ല ഒരു വിഷയത്തിൽ. എന്താണ് നമ്മളൊരു കാഴ്ചപ്പാട് പറയേണ്ടത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു വിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ മുഴുവനും ഈ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടുള്ള സപ്രസിങ് കാരണമുള്ള സങ്കടങ്ങളും നീരസങ്ങളും മാത്രമാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടി, സോഷ്യലി ഉള്ള കണക്ഷൻസ് കൂട്ടി, വായനശാലകൾ, അതേപോലെ ക്ലബിലൊക്കെ പോയി വെറുതെ ഇരിക്കും. ഞാൻ അവിടെ പോയി ഇരിക്കും, എന്നെ അറിയും കൂടി ഇല്ല ഒരാൾക്കും, എന്നെ ഒരു നേരിട്ടുള്ള പരിചയം പോലും ഒരാൾക്കും ഉണ്ടാവില്ല. പക്ഷെ അവരോട് വളരെ സ്ലൈറ്റായിട്ട് സംസാരിച്ച് അവരായിട്ട് കമ്പനിയായി. ആ രൂപത്തിൽ അങ്ങനെ ഓരോ പോയിന്റിലും നമ്മളെ എന്തല്ല എന്നത് നോക്കിയിട്ട് അവരെന്താണ് നോക്കിയിട്ട് ആ എന്താണെന്നിലേക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് വിചാരിച്ചെടുത്ത് ഓരോ കാര്യങ്ങളും മാറി മറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് കോൺഫിഡൻസ് കിട്ടി. ഞാൻ എന്തല്ല, ഞാൻ ഫെമിനൈൻ അല്ല, ഞാൻ ഫെമിനൈൻ ആയിപ്പോയതാണ്. ആക്ച്വലി എന്തല്ല, ഞാൻ ജനറ്റിക്കലി അല്ല, ഞാൻ സാഹചര്യം കൊണ്ട് ഒരു ഫെമിനൈൻ ക്യാരക്ടറിൽ വളർന്നു പോയി, അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതൊക്കെയെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോഴാണ് എൻ്റെ ഒരു ജേണിയിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഞാൻ ആ സമയത്തൊക്കെ കേട്ടൊരു കാര്യം തന്നെയാണ്. പലരും എൻ്റെ അതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു, ഇത് ജന്മന ഉള്ളതാണ്, ഇതൊന്നും മാറ്റാൻ കഴിയില്ല, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ദൈവം എങ്ങനെ സൃഷ്ടിച്ച് വിട്ടത്, നമ്മളെങ്ങനെയല്ല ദൈവം പടച്ചത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനോട് യോജിച്ചില്ല. കാരണം ഒരു നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ നമ്മളെ ക്യാരക്ടറിലെ മാത്രം ആ പ്രശ്നം കണ്ടാൽ പോരല്ലോ, നമ്മൾ ശരീരത്തിലും കൂടി ആ പ്രശ്നങ്ങൾ വരണം. ഇപ്പോൾ ഒരു ആണിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. എനിക്ക് സെക്സിനോട് താല്പര്യമുണ്ട്, പക്ഷെ അന്ന് എന്നോട് താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്രെയിനിൽ കയറിയത് ഇതാണ്. അപ്പൊ ഇതിന് പിന്നീട് റീവയർ ചെയ്തു. അവരുടെ കാര്യം ഞാൻ തിരിച്ചറിയണത് എന്താ വെച്ചാല്, എന്റെ ശരീരത്തിന് യാതൊരു കംപ്ലൈന്റും ഇല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ സ്വഭാവത്തിൽ മാത്രമാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഫെമിനൈൻ ആയിട്ട് ഒരു ട്രാൻസോ അല്ലെങ്കിൽ ഒരു പെണ്ണോ ആയിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിലോട്ട് പോയിട്ട് എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പഠിച്ചു. എന്താണ് അവരുടെ ലൈഫ് ഞാൻ ശരിക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാണ്ടും ഒക്കെ ഒരുപാട് ആ സമയത്തൊക്കെ ഒരുപാട് പഠിച്ചു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇവർക്ക് ഒരു പേഴ്സണൽ ലൈഫ് ഇല്ല. കാരണം അവരുടെ ഫാമിലി ഇല്ല. കാരണം അവരിങ്ങനെ ഒരു ക്യാരക്ടർ അതിനെ കൊണ്ട് അവർ സെക്ഷൽ ആക്ടിവിറ്റി പിന്നെ പബ്ലിക്കിൽ ചെയ്യുന്നതിനെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസിനെ അവരുടെ വീടുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ട് അത് ഒരിക്കലും ഞാൻ അങ്ങനെ ആയി തീരുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ലൈഫ് എന്താവില്ല, ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല ലൈഫായി മാറില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഗേ ആയിട്ട് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്കൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ് ഉള്ള ലൈഫ് എന്ത് ചെയ്യില്ല, എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം അങ്ങനെ ഒരു ലൈഫ് നമ്മളിപ്പം ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം, ഇപ്പം യൂറോപ്പിലും മറ്റൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പം ഇൻസ്റ്റയിലും മറ്റുള്ള അടുത്തൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര നല്ല കപ്പിൾസാണ്, വളരെ സന്തോഷത്തോടെ കഴിയുന്നു എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ അന്വേഷിച്ചു. ഒരുപാട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്ററീസും കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. എക്സ് ഗേ കമ്മ്യൂണിറ്റി തന്നെ ഇപ്പം യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇടുന്നുണ്ട്. അവര് ലോകത്തുണ്ട് താനും, എക്സ് ഗേ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലൊക്കെ അവർ പറയുന്നത് ഞാൻ ഒരിക്കലും ഇനി ആ ഒരു ലൈഫിലോട്ട് തിരിച്ചു വരില്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ തോട്ട്സ് പിന്നീട് കൊണ്ടെത്തിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഞാൻ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല, എൻ്റയർലി ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഗേ ആക്ടിവിറ്റിയും കൂടി എന്ത് ചെയ്യാൻ പറ്റി, അവിടെ എനിക്ക് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ലെവൽ കുറയ്ക്കാനും അതിൻ്റെ ആ ഒരു കൂടുതലായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൊണ്ടുവരാനും ഒരു മെൻ എന്നുള്ള ലെവലിലോട്ട് എനിക്ക് മാറാനുള്ള ഒരു പരിശ്രമം പിന്നീട് ഞാൻ തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരു ക്യാരക്ടർ ചേഞ്ച്, എന്റെ ശരീരം എല്ലാ നിലക്കും ആണിൻ്റെതാണെന്നുണ്ടെങ്കിൽ എനിക്കും എന്തുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ജീവിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം
ആ ഒരു കൺവിക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ആ സമയത്ത് പോലും താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ്, സെക്ഷൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് പൂർണ്ണമായ രൂപത്തിൽ നിന്ന് അതിൽ നിന്നൊരു പുറത്ത് വരുന്നത്? ഇപ്പോൾ നമ്മൾ തന്നെ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ആഗ്രഹമുണ്ട്, കുറേയൊക്കെ ട്രൈ ചെയ്യും, പിന്നെ കുറച്ച് കാലം നിർത്തും, പിന്നെയും തിരിച്ചതിലേക്ക് പോകും. നമ്മൾ ബാക്കി എല്ലാ ഈ അഡിക്ഷൻസിൻ്റെ വിഷയത്തിൽ പറയുന്നത് പോലെ തന്നെ പിന്നെ അതിലേക്ക് തന്നെ തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി അതിൽ നിന്നും മാറി വരാൻ താങ്കൾ എന്താണ് ചെയ്തത്? ഇപ്പം ഇത്രയും വലിയൊരു ജേണി പറഞ്ഞു, അതും കൂടി നിർത്തുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതിനുശേഷം ഏകദേശം ഒരു 22 ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഏജ് ഒക്കെ ആയ സമയത്ത് ഒരു കല്യാണം കഴിക്കണം എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി മനസ്സിലേക്ക്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ ഡിസയർ ആ സമയത്ത് ഒരു മെന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. അട്രാക്ഷൻ മെന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഒരു ലേഡീനെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല? എന്തുകൊണ്ടില്ല? എനിക്കെന്തോ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരൊരു ശരീരം, സ്ട്രക്ചർ, ഇതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല? എനിക്ക് എന്തെങ്കിലും എന്തോ മനസ്സിലൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഞാൻ പതിയെ എൻ്റെ അട്രാക്ഷൻ ലെവല്, അപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു സ്ത്രീനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്, ഒരു പെൺകുട്ടീനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയത്ത് അവരെ സ്ട്രക്ചറും അവരെ ബോഡി ലാംഗ്വേജും അവരെ ഒരു ബോഡി നമ്മൾ എത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഒബ്സർവ് ചെയ്യുന്നത്. എൻ്റെ കണ്ണിൽ ഒരു പെൺകുട്ടി കുടുങ്ങുന്നത് പോലും എനിക്ക് ആഫ്റ്റർ 22 ഏജ് കഴിഞ്ഞതിന് ശേഷമാണ്. ആ സമയത്താണ് ഞാൻ ശരിക്കും ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് മനഃപൂർവ്വം കണ്ണിനെ ഡൈവേർട്ട് ചെയ്തെന്ന് തന്നെ പറയാം. ഒബ്സർവേഷൻ കംപ്ലീറ്റ് മാറ്റി. നമ്മളെ ഫുൾ ടൈം നമ്മൾ റോട്ടിലിറങ്ങിയ ഇഷ്ടം പോലെ കാണാമല്ലോ. അപ്പം അങ്ങനെ അവരെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു സ്ത്രീന്റെ സൗന്ദര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ആ സമയത്തൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നത് ഒരു ഗേ കണ്ടന്റുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിക്ചേഴ്സ്, വീഡിയോസ്, ഇത് മാത്രമാണ് കാണുന്നത്. ഇത് മാറ്റി പിന്നെ ആ ലെവലിലോട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് എത്രത്തോളം മനോഹരമാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതായത് ഈ പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റം അത് വളരെ കറക്റ്റാണ്. നമ്മൾക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്കിനെ നമ്മൾ പ്രകൃതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രകൃതിന്റെ സത്യം ഏറ്റവും ക്ലിയറസ്റ്റ് ഫോമില് അത് അതിന്റെ ഡെവലപ്മെന്റും അത് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ ഒരു അബദ്ധം കൊണ്ട് നമ്മൾ അതാണ് ശരിയെന്ന് വാദിച്ചിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പോയെന്നേ ഉള്ളൂ. പ്രകൃതി അതിന്റെ ഏറ്റവും ടോപ്പ് ഫോം, അതിന്റെ ഏറ്റവും പ്ലഷർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീന് ഒരു പുരുഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിങ് പോലും രണ്ടും ഒന്നിച്ച് ചേരാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ സെക്ഷൽ ഓർഗൻസിന്റെ ഡിസൈൻ പോലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു മെന്നിലോട്ട് പോകുമ്പം അവിടെ ഒരിക്കലും ഒരു മാച്ച് വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ആക്ട് മാത്രമാണ് ശരിക്കും നടക്കുന്നത്. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് അത് രണ്ട് ഇപ്പൊ ആണിനെ അറിയാലോ, ആണിന് ഒരു സെക്സില് ആണിനാണ് മുൻകൈ ഉള്ളത്. രണ്ടും ആണുങ്ങളാണെങ്കിലോ രണ്ട് ഭാഗത്തുനിന്ന് ഒരേപോലെ എന്ത് ചെയ്യും, പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്, ഒരു പ്രഷർ വരും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഫീലിങ്സ് എന്തായാലും നമ്മളെ ജനറ്റിക്കൽ ഓർഗനിൽ ഒരാൾ ടച്ച് ചെയ്താൽ പോലും നമുക്ക് എന്തുണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഉള്ള കാര്യങ്ങൾ നടക്കുമ്പം അവിടെ പ്ലഷർ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കും. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ടെമ്പററി ആക്ഷൻ മാത്രമാണ് ഉണ്ടാവുന്നത്. നമ്മളത് നേരെ ഒരു സ്ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഒരു സ്ത്രീയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കണേ, അവിടെ ലവ്, അഫെക്ഷൻ, കെയറിങ്, ലോങ് ടൈം റിലേഷൻഷിപ്പ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്, വളരെ ഈക്വലായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത്, നമ്മളെ കേൾക്കാൻ ഒരാളെ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺസ് നമുക്ക് വർണ്ണിച്ചാലോ അല്ലെങ്കിൽ അത് എഴുതിയാലോ മതിയാവില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ലോകത്ത് അങ്ങനെ ഒരു സ്ട്രക്ചർ മാത്രമേ ശരിയായിട്ടുള്ളൂ എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം ആദ്യം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ശരി, ഇതാണ് ഏറ്റവും നല്ലത്, ഒരു ഗേ റിലേഷൻഷിപ്പാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നോക്കുമ്പം അതിൻ്റെ ഒരു മനോഹാരിത നമ്മൾ ഏതൊരാളും അത് ഫീൽ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ
ഗേ കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരത്തൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക, ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നിങ്ങളെ ഒബ്സർവേഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യും. ഒന്ന് ഇപ്പം ഇതുവരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മെന്നിനാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ ഒരു സ്ത്രീനെ നോക്കുക. നമ്മൾ കാണുന്ന സ്ത്രീകളെ തുറച്ചു നോക്കിയിട്ട് അവരെ പിന്നെ എന്തെങ്കിലും ആക്കണം അതല്ല പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാണെന്തായാലും സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിനെ നോക്കും. ആ പെണ്ണിനെ മാന്യമായിട്ടുള്ള രീതിയിൽ എന്തായാലും നോക്കുന്നുണ്ടാവില്ലേ, ആ നോട്ടം നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണുന്ന ആ ഒരു റീവയറിങ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്നാണോ അത് അല്ല എന്ന് തീരുമാനിക്കുന്നത് അന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ഈ ബ്രെയിനിലുള്ള ഈ പാറ്റേൺ അല്ലെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ഈ സംഭവത്തിന് റീവയർ ചെയ്യാൻ അന്നോട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പലരും പറയണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് പോസിബിൾ അല്ല, എന്നെ ജനറ്റിക്കലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല എന്നുള്ളത് വാശി പിടിച്ചാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന അവർക്ക് പോയി എന്നേ പറയുള്ളൂ. വാശി പിടിക്കുന്നവരോടൊന്നും ചെയ്യാൻ പറ്റില്ല. പോലെ പിന്നെ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹമുണ്ട്, വീണ്ടും അതിലേക്ക് പോയി പോകുന്നു എന്നുള്ള താങ്കൾ എവിടെയാണ് താങ്കളുടെ ആ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് വരുന്നത്? എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ ഞാനിത് കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കുകയാണ്, അത്രയും സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ വരണമെങ്കിൽ അത്രയും എന്താണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്? ഇത്തരം റിലേഷൻഷിപ്സ് ടോട്ടലായിട്ട് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്ലഷർ മാത്രമാണ്. മെൻ്റൽ പ്ലഷർ ഇതിൻ്റെ അകത്ത് 0 ആണ്. നമ്മൾ ആരെ എടുത്ത് അന്വേഷിച്ച് നോക്കിയാലും അവരുടെ ലൈഫ്, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അവരെ ഫീലിങ്സ് അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത്, എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഇല്ല, എനിക്ക് നല്ലൊരു പാർട്ട്ണർ ഇല്ല, എനിക്ക് എൻ്റെ ഫീലിങ്സും എൻ്റെ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് അക്കമ്പനി ചെയ്യാൻ പോലും ഒരാളില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാലം നല്ല ഫ്രണ്ട്സുമായിട്ട് നല്ല കപ്പിൾസിലെ ലൈഫൊക്കെ അവർ ചെയ്യും. പക്ഷെ ഈ മെൻ എപ്പോഴും എന്താ ചെയ്യുക, മെന്നിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, മെൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഒരു സ്ത്രീ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കാൻ താല്പര്യം. അവിടെയാണ് ഈ ഒരു നാച്ചുറലുള്ള ഡിഫറൻസ്. അതാണ് ഈ സ്ത്രീ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ്. എത്ര ഇൻഡിപെൻഡൻ്റ്, നിങ്ങൾ ജോലിക്ക് പോയി ഒക്കെ നോ പ്രോബ്ലം, പക്ഷെ സ്ത്രീ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ്, ആണിൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. അത് സാമ്പത്തികമായിട്ട് എന്നാണ് ഞാൻ പറയുന്നത്, അഫെക്ഷനും സ്നേഹവും ലവും ആ വിഷയത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, ഒരു ഗേ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, അത് വരുന്നില്ല. അത് വരാത്തത് കൊണ്ട് ഇവര് ഒരു കോണ്ടാക്റ്റിൽ നിന്ന് മറ്റൊരു കോണ്ടാക്റ്റിലേക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അവർക്ക്. ആ ഒരു എന്താണോ അവർ ഇമാജിനറി ലെവലിൽ അവർ ഇങ്ങനെ കോഡ് ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ബ്രെയിനിലെ കോഡ് ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം എന്താണോ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. കാരണം ബൈ നേച്ചർ അത് മെന്നിന് കൊടുക്കാൻ കഴിയില്ല. അതാണ് സത്യം. അതൊരു ആണിന് ആണിന്റെ ശരീരം ആ ഗേ ആഗ്രഹിക്കുന്ന ആ ഒരു ടേക്ക് കെയറിങ്ങും അയാളൊരു ചേർത്ത് നിർത്തിയിട്ടുള്ള ആ ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു കാര്യം, ആ ഒരു ഫീലിങ്സ്, അത്രയും ഇമോഷൻസ്, ആ ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഒരു സ്ത്രീക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാണിന് കൊടുക്കാൻ കഴിയില്ല. അവിടെയാണ് ആണെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഞാൻ പറയണത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആണിന് ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ബൈ നേച്ചർ ആണിനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അവനൊരു ഫാമിലീനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അവനൊരിക്കലും മറ്റൊരു ആണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഇങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടോ രീതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് ഈ ബ്രേക്കപ്പും കാര്യങ്ങളും ഇവർ തമ്മിൽ ഉണ്ടാവുകയും, നമ്മൾ ബാംഗ്ലൂരൊക്കെയുള്ള സ്റ്റോറീസൊക്കെ കേൾക്കുമ്പം ഒരുപാട് സൂയിസൈഡും കാര്യങ്ങളും ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഗേ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി നമ്മളതിൽ നിന്നും മാറുന്നു, ആ ആക്റ്റുകൾ അടക്കം നിർത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഈ ഒരു ഇപ്പോൾ എന്താ പറയുക, ബൈ നേച്ചർ നമ്മൾ അങ്ങനെയാണ്, ആ ഒരു നമുക്കൊരു പ്ലഷർ എന്നുള്ളതിനപ്പുറത്ത് ഒരു ലോങ് ടേം ഹാപ്പിനെസ് ആണ് വേണ്ടത് എന്ന ഒരു മോട്ടീവൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പതിയെ ഈ ക്യാരക്ടർ മാറ്റുന്നു, സ്വഭാവവും മാനസികവും എല്ലാം മാറ്റുന്നു, അവസാനം ആക്ട് നിർത്തുന്നു. പക്ഷേ ഈ ആക്ട് നിർത്തുമ്പോഴും നമുക്ക് ആ നിലക്ക് ഫാമിലിയായിട്ടൊക്കെ അങ്ങനെ പോകാം. എന്നാലും ഈ ആക്ട് എന്ന് പറയുന്നത് അതൊരു തെറ്റാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് കംപ്ലീറ്റ്ലി അത് നിർത്താൻ പറ്റുക. അപ്പോൾ അതൊരു തെറ്റാണ് എന്ന് ആദ്യം തന്നെ തോന്നിയിരുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് അത് തോന്നുന്നത്, ആ തോന്നലാണോ നമ്മളത് അതിൽ പിടിച്ചു നിർത്തുന്നത്?
തെറ്റാണെന്ന് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ശരിയായതൊന്നും എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്, എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പറയുന്നുണ്ട്, ഈ ഗേ ആയിട്ടുള്ള എല്ലാവരും പറയുന്നു ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് പറയുന്ന എത്ര പേരുണ്ട്. തുടക്കത്തിലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായേനെ. അത് നമ്മളെ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള പലരും ഹൈഡ് ചെയ്യല്ല, അവരെ പബ്ലിക്കലി ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നത് കേട്ടില്ലേ, ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായി, ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായി. ആക്ച്വലി സത്യമാണ്, അവർ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരായിരുന്നു. പക്ഷെ ഇങ്ങനെ ശരീരം കീറി മുറിച്ചിട്ടും ശരീരത്തിനെ ഡൈവേർട്ട് ചെയ്തിട്ടും അവര് അതിലേക്ക് പോയത് കൊണ്ട് എന്തായി, ഇപ്പൊ അവിടെ എത്തിയില്ല എവിടെ എത്തിയില്ല എന്നുള്ള അവസ്ഥയെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ലൈഫിൽ അവർ കംപ്ലീറ്റഡ് അല്ല, അവർക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വന്ന ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് പോയി, അവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് പോയി. ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഇവരെങ്ങനെ ഇവരെ ഒരു ലൈഫിന്റെ സ്റ്റാൻഡേർഡ് ജനങ്ങളെ അറിയിച്ചിട്ട് ആദ്യം നിന്നുള്ള പ്ലഷർ അവർക്ക് കിട്ടും? അപ്പൊ സോഷ്യൽ മീഡിയ വന്നതിനെ കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ സോഷ്യലി വൈഡായിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതം നരകതുല്യം തന്നെ ആയിരിക്കും. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവർക്ക് എന്താണ്, സെക്സ് വർക്ക് മാത്രമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാല്, അതിന് മാറാനുള്ള ആ ഒരു പിന്നെ കറക്റ്റായിട്ടുള്ള മോട്ടീവ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ല സോഷ്യൽ ലൈഫ് എനിക്ക് കിട്ടൂല എന്നുള്ളത് മനസ്സിലായി. നല്ലൊരു സോഷ്യൽ ലൈഫ് എന്തെയില്ല, കിട്ടൂല. നമ്മൾ കൂടെ തകരുന്നൊരവസ്ഥയിലേക്ക് എന്തായാലും പോവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് ഒരു പെണ്ണ് എന്നെ കാണുക, അല്ലെങ്കിൽ അവരായിട്ട് മിങ്കിളാവുക, അവരായിട്ട് എങ്ങനെയെങ്കിലും ചാറ്റ് ചെയ്യണം, അവരായിട്ട് കൂടുതൽ അങ്ങനെ അറ്റാച്ച്ഡ് ആവുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. അപ്പം ഇത് കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ പഠിച്ചു. റൊമാൻസ് പഠിച്ചു, റൊമാൻറ്റിക് ആവുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ചു, എങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് അവരായിട്ട് കാഷ്വലായിട്ട് ടോക്ക് ചെയ്യാം. ഇതിനെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, എങ്ങനെ അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ എന്തൊക്കെയാണ് പറയേണ്ടത്, അവരുടെ അടുത്ത് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പറ്റാത്തത്, ഇതൊക്കെ പഠിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എൻ്റെ മൈൻഡ് ഒരു മാരേജ് ചെയ്യണം എന്ന് ഉറപ്പിക്കുന്നൊരു സമയം, ആ സമയം വരേക്കും ഞാൻ അതിൻ്റെ ഒബ്സർവേഷൻ നടത്തി കറക്റ്റ് ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ഫാമിലി ലൈഫ് വേണം, നിർബന്ധമായിട്ട് എനിക്ക് വേണം. അത് വെറുതെ സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പല കേസും സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട്. ലാസ്റ്റ് മാരേജ് രണ്ട് ജീവിതവും ഇല്ലാണ്ടാവും, ഫാമിലി ഇല്ലാണ്ടാവും. കാരണം നമുക്ക് നോർമൽ പേഴ്സൺ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും കല്യാണം കഴിച്ചാൽ തന്നെ അവർക്ക് ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, വെരി നോർമൽ പേഴ്സൺ. അപ്പൊ ഇങ്ങനൊരു ഒരു സ്വഭാവ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയും കൂടി കല്യാണം കഴിക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ബോധമുള്ള ഒരാളായിട്ട് പോലും എനിക്ക് ആ ലൈഫ് തുടക്കത്തിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലും പിന്നീട് എനിക്ക് അതിൻ്റെ ഒരു ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പം ശരിക്കും ഞാൻ എത്ര നേരത്തെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ നേരത്തെ, ഒന്നും വേണ്ട, എനിക്കൊരു 23 വയസ്സിലെങ്കിൽ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു തോന്നിപ്പോയി. അതെ, ഞാൻ സെക്സ് ആയിട്ടില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് ശരിക്കും നേരിട്ട് സംസാരിക്കുന്നത് ഹോമോസെക്ഷൽ ആയിട്ട് ഇപ്പം ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കഴിയുള്ളൂ തീരുമാനിക്കുന്നവരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വബോധം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളെ പറ്റി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനിങ്ങനെ കഴിയില്ല, പറ്റൂല, പിന്നെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത്. നിങ്ങളോട് ചോദിക്കുക, എനിക്കിത് കഴിയുമോ എന്നുള്ളത്. അങ്ങനെ ചോദിക്കേണ്ട. എന്നെ പലരും അകറ്റി നിർത്തുക ചെയ്തത്, പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചു എനിക്കിത് പറ്റുമെന്ന്. അങ്ങനെ തന്നെയാണ് ഞാൻ കളിക്കുന്നതായാലും ചെക്കന്മാരുടെ കൂട്ടത്തിൽ തോട്ടി കളിക്കാൻ പോയതും ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ. ക്രിക്കറ്റ് കളിക്കാൻ പോയി, പിന്നെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അത്രയും കോൺഫിഡൻസ് എൻ്റെ മൊത്തം ലൈഫിലും ബിൽഡപ്പ് ചെയ്ത ആ സമയത്ത്. ഓക്കെ,
ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടും, അതിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ചേഞ്ച് ആവില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് ദയവേത് കേൾക്കാതെ സ്വന്തത്തോട് ചോദിക്കുക, എൻ്റെ ലൈഫ് എൻ്റെ കയ്യിലാണ്, അത് മറ്റുള്ളവരുടെ കയ്യിലല്ല. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പം ആലോചിക്കുക, ഞാൻ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി ഞാൻ ആ കമ്മ്യൂണിറ്റീൻ്റെ രീതിക്കനുസരിച്ച് ജീവിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ എനിക്ക് ആരുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ലൈഫ് ഉണ്ടോ, ഞാനൊരു സിഗ്നേച്ചർ ഇട്ടിട്ടാണോ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയതെന്നുള്ളത് ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ നമ്മൾ ഒരു അവസാനത്തിലേക്കൊക്കെ പോകുമ്പോൾ താങ്കൾ ഒരു ഏകദേശം ഒരു 10-13 വർഷത്തോളം ഒരു ഗേ ലൈഫ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ റിലേഷൻഷിപ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാരീഡ് ലൈഫ് ഒരു മാരീഡ് ലൈഫാണ്. അപ്പം ഈസ് ഇറ്റ് കമ്പയറബിൾ? രണ്ടിലും ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ, രണ്ടാളുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈസ് ഇറ്റ് കമ്പയറബിൾ അല്ലെങ്കിൽ അതിലുള്ള വ്യത്യാസം എന്താണ്? അത് ഒരിക്കലും ഒരു ഹോമോസെക്ഷൽ ആക്ടിവിറ്റി ഒരിക്കലും ഒരു സ്ട്രൈറ്റ് സെക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും ഡിഫറൻസ് ആണ് അത് തമ്മിൽ. മറ്റേത് ഹോമോസെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വൺ ടൈം ഫീലിംഗ് മാത്രമാണ്. ഒരിക്കലും നമ്മൾ സ്ട്രൈറ്റ് സെക്സ് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോകത്ത് വെറുതെ ഒരു റീപ്രൊഡക്ഷൻ മാത്രം അല്ല ശരിക്കും സെക്സ് എന്ന് പറയുന്നത്. ഇത്രയും വൈഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യന്മാർ മാത്രമാണത്. വേറെയുള്ള ഞാൻ കുറേ മൃഗങ്ങളെ പറ്റിയിട്ടൊക്കെ കുറേ പഠിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ മൃഗങ്ങളിൽ പലരും ഗേകളാണെന്നൊക്കെ ഉള്ള കുറേ വാദങ്ങളായിട്ടൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ നോക്കുമ്പോൾ ഇവർ നാച്ചുറൽ നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല, അങ്ങനെ ഒരു പാറ്റേണിൽ അവരെ സൃഷ്ടിച്ചിട്ടില്ല. അവരെല്ലാവരും ഇണകളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല പറയുന്നത്, ബൈ നാച്ചർ അങ്ങനെ തന്നെ ഉള്ളത്. അല്ലാന്ന് വാദിക്കുന്നവർക്ക് ഇതുവരെ തെളിവ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ, ഈ ഗേ സെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വൺ ടൈം എൻജോയ്മെന്റ് മാത്രമാണ്. മറ്റേത് നമ്മൾ ലൈഫ് ടൈം കിട്ടുന്ന ഒരു എൻജോയ്മെന്റ് ആണ്. ലൈഫ് ടൈം, അതായത് അത് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് വേറെ ഒരു സബ്ജക്റ്റാണ്. കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എൻ്റർലി നമ്മളെ ലൈഫ് ലോങ് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതിൻ്റെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സോ എൻജോയ്മെൻറ്റോ ഒരിക്കലും ഒരു ഗേ ലൈഫ്, ഇനി ഗേ ഈവൻ മാരീഡ് ചെയ്ത് ജീവിച്ചാലും ഒരു ഗേ ആയിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമായി പോലും അവർക്കിടയിൽ പോലും ആ രൂപത്തിലുള്ള ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഇതോ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നാച്ചുറൽ ഡിഫറൻസ് കാരണം. പിന്നെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മെൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം അവന് ഇൻഡിപെൻഡന്റ് ആവാനാണ് ഇഷ്ടം. പക്ഷെ ഡിപ്പെൻഡന്റ് ആവുന്ന ഗേകളുണ്ട്. പക്ഷെ അവര് വിചാരിക്കുന്ന അവരെ ക്യാരക്ടറും ഈ മെന്നിന്റെ പിന്നെ അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന മെന്നോ, അതായത് ബോട്ടം ടോപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പിന്നെ ടോപ്പുമായിട്ട് വളരെ കാലം ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം ബൈ നാച്ചുറലി അവരെപ്പോൾ വേണമെങ്കിലും സെപ്പറേറ്റ് ആവും. ഇത് അങ്ങനെയാണ്. ഈ പിന്നെ ഇതിന്റെ അകത്ത് വരുന്ന ആ ഒരു പാറ്റേൺ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഇത് ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യില്ല. പിന്നീട് ഇവരെ ലൈഫ് മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഡിപ്രഷൻ, സോഷ്യലി യാതൊരു അക്സെപ്റ്റൻസും ഇല്ല. ഇങ്ങനെ ഒരു എന്തോ ഒന്ന് നമുക്ക് പറ്റിപ്പോയതിനെ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവനും നമ്മളിങ്ങനെ എന്താ പറയുക, പറ്റിപ്പോയതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷെ അതെന്ത് ചെയ്യില്ല, ആക്ച്വലി അത് ഒരിക്കലും എവിടെയും എത്താത്തൊരു ചൂണ്ടായിട്ട് ഇങ്ങനെ കിടക്കും. ഇതിൽ നമ്മൾ ഈ ഒരു ലോകത്ത് നമ്മൾക്ക് കിട്ടുന്ന സോഷ്യൽ അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ നല്ലൊരു ലൈഫ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് മോട്ടീവ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിലെപ്പോഴെങ്കിലും ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അതിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിശ്വാസം തുടക്കത്തിലെ എന്നെ ഒരു ഗിൽട്ടി മൈൻഡിലോട്ട് എത്തിച്ചത് വിശ്വാസം തന്നെയാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന മതം എന്ന് പറയുന്നില്ല. ഇന്ന മതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ മതത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗ്യുമെന്റ് പറയാം. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ഒരു ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത്, ഞാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ
അതിൽ നിന്ന് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ബൈ നേച്ചർ നോക്കുമ്പം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഗേ പേഴ്സൺ പറയാണ് ഞാൻ ഗേ ആയിട്ടാ ജനിച്ചത് പറയാണ്. ഇപ്പോൾ അയാൾ അടുത്ത ഒരു പാർട്ട്ണറായിട്ട് മെയ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവിടെ ഒരു റീപ്രൊഡക്ഷൻ, ഒരു അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നില്ല. അപ്പം അതേപോലെ ആ ഗേ ആയിട്ടുള്ള പേഴ്സണിൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഉണ്ടാവുമോ? ഇല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ റീപ്രൊഡക്ഷനും ഉണ്ടാവില്ല, ജനറേഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ വ്യക്തികൾ പിന്നെ എവിടെ നിന്ന് വന്നു? എൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ വ്യക്തികൾ പിന്നെ ഈ ഒരു ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് നടത്തുന്ന ഈ വ്യക്തികൾ എങ്ങനെ ഉണ്ടായി? അവര് രണ്ടുപേര് കോണ്ടാക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് 9 മാസം പ്രഗ്നൻസി സ്റ്റേജിൽ ഇരുന്നിട്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. ജനറ്റിക്കലി യാതൊരു കംപ്ലൈന്റും ഇല്ലാണ്ട്. നമുക്ക് മൂന്നാം പിന്നെ ലിംഗം എന്ന് പറയുന്ന സംഭവം ബൈ നാച്ചുറലി ഇല്ല, ഒരിക്കൽ എവിടെയില്ല. നമ്മൾ എവിടെയും ലോകത്തെ മുഴുവൻ എടുത്ത് നോക്കും. ഇവരിൽ എല്ലാവരും പറയുന്നത് ഈ ലോകത്തേക്ക് നോക്കാം, ലോകത്തോട് നോക്കാം. പക്ഷെ ലോകം ആക്ച്വലി തിരിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം ഈ ട്രംപിന്റെ വരവിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കേട്ടൊരു കാര്യം തന്നെ അതാണ്. അപ്പം ലോകം തിരിച്ചു വരാൻ തുടങ്ങി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കേട്ടത് ഞാൻ കേട്ടില്ല എന്ന് പറയാം, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ചില കാര്യങ്ങൾ എത്ര കേട്ടാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും ഞാൻ ഒരിക്കലും കേൾക്കൂല, അത് സത്യമാണെങ്കിലും ശരിയെന്നല്ല, ആ ഒരു പോയിന്റിലാണ് പലരും നിൽക്കുന്നത്. അപ്പം ഈ മതം എന്ന് പറയുന്നത്, ഇപ്പം വിശ്വാസം എന്ന് നോക്കുമ്പോൾ ബൈ നാച്ചർ സ്ട്രൈറ്റ് സെക്സ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. കാരണം അതിൻ്റെ അകത്താണ് കറക്റ്റ് ഫീലിങ്സ് ഷെയർ ചെയ്യപ്പെടുന്നത്. അടുത്ത ഡിസൈൻ നോക്കുമ്പോഴും അത് തന്നെ വരുന്നത്. ജനറേഷൻ ഉണ്ടാവുന്നത്, ആ ജനറേഷനെ മാനേജ് ചെയ്യുന്നത്, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, ഇതല്ലാണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആണിനോ പെണ്ണിനോ ശരിക്കും വേറെ എന്ത് ഉത്തരവാദിത്തമാണ് ശരിക്കും ഈ ഭൂമിയിലുള്ളത്? അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു ഉത്തരവാദിത്തം അല്ലാണ്ട് വേറെ എന്താണ്? ഇപ്പൊ ഒരു സ്വർഗാനുരാഗി 3/4 സമയവും അവന്റെ 100% സമയത്തിൽ 70% സമയവും തിങ്ക് ചെയ്യുന്നത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി അടുത്തത് എപ്പോഴാന്നുള്ളതിനെ പറ്റിയാണ്. ഞാൻ അത് ഡെഫിനറ്റ് ആയിട്ട് പറയും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തിൽ പല ആൾക്കാരുടെ അടുത്തും സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാണ്. അവരെപ്പോഴും അടുത്ത ഒരു പേഴ്സൺ അടുത്ത എൻ്റെ ഒരു കോണ്ടാക്ട് ആരാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഫാമിലി പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണ്? അയാളുടെ ഫാമിലി, അയാളുടെ മക്കൾ, അയാളുടെ മുന്നോട്ടുള്ള കുടുംബത്തിന്റെ പോക്ക്, ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളല്ല ശരിക്കും ലോകത്തെ ആക്ടിവിറ്റിയുടെ നിലനിൽക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ ഒരു റിവേഴ്സ് എഫക്റ്റാ ശരിക്കും. അതായത് ഒരു കുട്ടി ജനിക്കുന്നു, അതിന്റെ മുന്നേ ഒരു അച്ഛനും അമ്മയും ഉണ്ടായി, അവര് വളർന്നു വലുതായി കല്യാണം കഴിച്ചു, അവര് ഫ്യൂച്ചർ വേണം തീരുമാനിച്ചു, ഫാമിലി വേണം തീരുമാനിച്ചു, അതുകൊണ്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി വളർന്നു വലുതായി വീണ്ടും ഒരു ഫാമിലി വേണം തീരുമാനിച്ചു. അപ്പൊ അവിടെ നിന്ന് ഇതിങ്ങനെ തിരിച്ചിങ്ങനെ ഒരേപോലെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഈ സർക്കിളിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് പ്രത്യേകിച്ച് എന്താ പറയാ, പ്രോഫിറ്റ് ലാഭങ്ങളൊന്നുമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള സ്ട്രക്ചർ കംപ്ലീറ്റ് പൊളിയും. പക്ഷെ ഈ സ്ട്രക്ചർ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേ കമ്മ്യൂണിറ്റി ഒന്ന് നിലനിൽക്കും. ഇപ്പൊ ഈ അടുത്ത 10 വർഷം കൊണ്ട് അവർ നശിച്ചു പോകല്ലേ, മനുഷ്യർ നശിച്ചു പോകല്ലേ? അപ്പൊ ഇതാണോ ശരിക്കും പ്രകൃതി ഉദ്ദേശിച്ചത്? ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് സംഭവിച്ചു പോകണം. എത്ര കാലം മുമ്പേ ഇത് സംഭവിച്ചു പോകണ്ടേ? ഇപ്പോഴാണോ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ഇങ്ങനെ ഈ രീതിക്ക് ഇതിനൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അബദ്ധമാണെന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് ലോങ് ആയിട്ട് ഇപ്പം ഫാമിലി പേഴ്സൺ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഗേ പേഴ്സൺ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? അയാൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാനില്ല. അയാൾക്ക് ഫുൾ ടൈം ഒരു സെക്ഷൽ ആക്ടിലേക്ക് പോവുക, അത് എൻജോയ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. അതിനപ്പുറത്തേക്ക് അയാളുടെ ലൈഫിലോട്ട് പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനും വെക്കാനില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെക്കാം. പക്ഷെ അത് എന്തല്ല, ഒരു മനുഷ്യന് ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റേ അല്ല. ഈ ഫുൾഫിൽമെന്റ് പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ഒരു മാരീഡ് ലൈഫ് തന്നെ വേണം. അവിടെ ആ വ്യക്തിക്ക് അറിയാം, ആ വ്യക്തിൻ്റെ അടുത്ത് തന്നെ അതിനുള്ള തെളിവുണ്ട്. ഇപ്പൊ ഒരു ഗേ ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി അവരൊരു ഗേ ആണെന്ന് വാദിക്കുകയാണെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഈ തെളിവിന് സ്വന്തം ശരീരത്തിൽ എങ്ങനെയൊരു തെളിവുണ്ടായിട്ട് ആ തെളിവിനെ പ്രൂവ് ചെയ്യാൻ കഴിയാത്തതാണ് ഇവരെ ഏറ്റവും വലിയ അബദ്ധം. ഈ തെളിവ് നമ്മളെ നോക്കി ചിരിക്കുകയാണ്. കാരണം നമ്മൾ
ജനറ്റിക്കലി എന്തല്ല ഗേ അല്ല എനിക്ക് തോന്നുന്നതാണ്. ആക്ടിവിറ്റി, ഈ ഗേ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ റോങ് ആയിട്ടുള്ള ഒരു പ്ലഷർ ഫീലിങ്സ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിയൽ ആയിട്ടുള്ള പ്ലഷർ ഫീലിങ്സ് അപ്പുറത്തുണ്ട്. അതിലേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും ആ ഒരു ഫാമിലി ലൈഫിലേക്ക് എത്താനും അത് എൻജോയ് ചെയ്യാനും അതിലേക്ക് ആ രീതിക്ക് തന്നെ ജീവിച്ച് ഈ ലോകത്ത് ഒരു സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് തന്നെ മരിച്ചു പോകാനും ഏത് മനുഷ്യനും സാധിക്കും. ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതൊക്കെ പറയുമ്പോഴും പൊതുവെ ഈ ഗേസ് ആയിട്ടുള്ള ആളുകൾ, അവർ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ LGBT ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നൊരു കാര്യമാണ് ഈ ക്യാരക്ടർ, അതുപോലെ തന്നെ ആ ഒരു ജെൻഡർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ, അതൊക്കെ കംപ്ലീറ്റ്ലി ജെനറ്റിക്കാണ്. അതൊരിക്കലും മാറ്റാൻ പറ്റുന്നൊരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇന്ന് ഒരു സ്ത്രൈണതയുള്ള ഒരാൾ നാളെ പോയിട്ട് പുരുഷനായിട്ട് വരിക, അതൊന്നും പോസിബിളേ അല്ല എന്ന് പറയും. താങ്കൾ ഒരു ജീവിതത്തിലൂടെ ഭയങ്കരമായ കഠിന പ്രയത്നത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, താങ്കളത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് ജെനറ്റിക് ആണെങ്കിൽ താങ്കൾക്ക് മാറ്റാൻ പോസിബിൾ ആവില്ലല്ലോ. താങ്കൾ ഇൻട്രാക്ട് ചെയ്ത മറ്റുള്ളവർ, അവരുടെ ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്? എൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യം പറയാൻ പെട്ടെന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു വർക്കിന് വേണ്ടി എന്നെ വിളിച്ചു, തൊട്ടടുത്ത വീട്ടിലൊരു വർക്കിന് വേണ്ടി വിളിച്ചപ്പം അതേപോലെ പിന്നെ ഒരു കല്ലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വിളിച്ചത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അതിന് കഴിയില്ല എന്നാണ് വിചാരിച്ചത്. അതായത് എൻ്റെ ക്യാരക്ടറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഒരു ഫെമിനൻ ക്യാരക്ടറാണ് ഉണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ സമയത്ത് എനിക്കൊരു കല്ലെടുത്ത് പൊക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഭാരെടുത്ത് ഇങ്ങോട്ട് താങ്ങാനോ അവരെ പോലെ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവം വന്ന സമയത്ത് അങ്ങനെ ആദ്യമായിട്ടാണ് ഇന്നൊരാൾ പുറത്തുനിന്ന് ഒരു ഹെൽപ്പിനൊക്കെ വേണ്ടി വിളിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഞാൻ സോഷ്യലി കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചെന്ന്. പക്ഷെ അത് കല്ലെടുത്ത് പൊന്തിക്കാൻ പറ്റുമോ, എനിക്കിങ്ങനെ ഭയങ്കര എന്നെ പറ്റി തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി. ഇനിയിപ്പോൾ ഇവർ അത് ഞാൻ ഈ ഒരു കാരണം കൊണ്ട് ഇനിയിപ്പോൾ എന്നെ കളിയാക്കുമോ എന്ന് വിചാരിച്ച് ഞാനത് മനസ്സ് വെച്ച് അത് എടുത്തു നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അതായത് എൻ്റെ ചെറുപ്പത്തിൽ ആരുടെ പറയുന്നത്, ഈ പ്രായത്തിലല്ല, ചെറുപ്പത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ ആ സമയത്ത് അത് എടുത്ത് പൊക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ തന്നെ സംശയത്തിലായിരുന്നു. ആക്ച്വലി എൻ്റെ മസിൽസ് അതിന് കേപ്പബിൾ ആയ രീതിക്ക് ഡെവലപ്പ് ആയിരുന്നു. ആ ഡെവലപ്പ് ആയി എന്നുള്ളത് ആ വിളിച്ച ആൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ എന്നെ വിളിച്ചത്. ഞാൻ ചെറിയ കുട്ടിയാണെങ്കിൽ എന്നെ വിളിക്കൂലല്ലോ. അപ്പൊ അയാൾക്ക് ഫിസിക്കലി എന്നെ കണ്ടപ്പോൾ അവൻ ആ കല്ലെടുത്ത് തരാൻ കേപ്പബിൾ ആണ് എന്ന് കണ്ടതുകൊണ്ട് അയാൾ എന്നെ വിളിക്കുകയുണ്ടായത്. അപ്പൊ എനിക്ക് അത് ചെയ്തു കൊടുത്തപ്പം ഭയങ്കര കോൺഫിഡൻസ് ആയി. അതായത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചു എന്നെ കൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഒതുങ്ങിക്കൂടി, ബോഡിയിൽ അങ്ങനെ വലിയ പവർ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ആക്ച്വലി എൻ്റെ ബോഡിയിൽ എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ കാര്യമാണ്, ഇപ്പോൾ ഉള്ള കാര്യമല്ല പറയുന്നത്. ആ രീതിക്ക് പിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടിയ ധൈര്യം അങ്ങനെയാണ്. പിന്നെ ഈ ക്യാരക്ടർ ചില ആളുകൾ ഇപ്പം ഈ ചോദിച്ച ചോദ്യം ആൻസർ പറയുകയാണെങ്കിൽ, ഇപ്പം പലപ്പോഴും നമ്മൾ ഈ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളുകളെ കാണുമ്പോൾ അവർ ട്രാൻസ് ആയിട്ടുള്ള പേഴ്സൺസിനല്ല ഞാൻ പറയുന്നത്, ഗേ ആയിട്ട് ജീവിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. അപ്പം അവരുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരും. എപ്പോഴെന്നറിയോ, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ മാത്രം ഒരിടത്ത് സേഫായിട്ട് ഒരു ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലോ കിട്ടുമ്പം സ്വിച്ചിട്ട പോലെ ക്യാരക്ടർ ചേഞ്ച് ആവുന്ന ആൾക്കാരുണ്ട്. സ്വിച്ചിട്ട പോലെ അവരെ ക്യാരക്ടർ ഒറ്റയടിക്ക് പിന്നെ ഒരു ഗേ അതിൻ്റെ ഒരു ഡീപ്പ് ലെവല് ക്യാരക്ടറിൽ ആ ഒരു സ്റ്റൈലിലോട്ട് അവരെ സംസാരം, രീതി ഇതെല്ലാം മാറ്റും. പക്ഷെ അതേ സമയം അവരെ നേരെ പോയിട്ട് നമ്മൾ അവരെ ഓഫീസിൽ പോയി കാണാമെന്ന് വിചാരിക്കുക, അവരെ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോയി കാണുകയാണെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും ആക്ട് ചെയ്യുന്ന രീതിയും എൻ്റയർലി ഡിഫറെൻറ്റ്. ഇത് എൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കോമൺ ആയിട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. അതായത് ഇങ്ങനെയുള്ള കോണ്ടാക്ട് ഉണ്ടാകുമ്പം ഈ ഒരു ഫിസിക്കൽ ഫീലിങ്സ് കിട്ടും. രണ്ടാമത്തത് പിന്നെ ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള വിഷയം ഉണ്ടായിട്ടൊന്നല്ല, ഇവര് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു ഗേസ് ആയിട്ടുള്ള ആളുകൾ മാത്രം കൂടിച്ചേരുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനൊരു ഭയങ്കരമായ ഒരു ഫെമിനിൻ ക്യാരക്ടറിലേക്കും, അല്ലാത്ത അവരുടെ മറ്റ് ലൈഫിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ
അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയൊരു ക്യാരക്ടറും വരെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഒരു ക്യാരക്ടർ പ്രശ്നമാണ്, അതായത് സ്വഭാവ പ്രശ്നമാണെന്നുള്ളത് അതിന് തന്നെ വ്യക്തമാണ്. കല്ലിൽ കൊത്തിവെച്ച പോലുള്ള ഒരു കാര്യമല്ല. അതെ 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 ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ ഇത് അവർക്ക് തന്നെ അറിയാം, അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ അവരെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പിന്നെ അവർ ട്രാൻസ് ആവണം. അവർക്ക് ഈ ഒരു ആക്ടിവിറ്റി വിടാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ക്യാരക്ടറിനെ വിടാത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരേ സമയം രണ്ട് ക്യാരക്ടർ കാണിക്കുക, അതായത് ഇങ്ങനത്തെ ആൾക്കാർ കൂടുന്ന സമയത്ത് ഒരു ക്യാരക്ടറും ആ പ്രീമേഴ്സിൽ നിന്ന് നമ്മൾ അങ്ങ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഒരു കുഴപ്പമില്ലാത്തൊരു മാനുമായിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ ഇത് ജനറ്റിക് അല്ല. ജനറ്റിക് ആണെങ്കിൽ അതിനൊരു ഫിക്സഡ് നേച്ചർ ഉണ്ട്, ഒരു ഫിക്സഡ് നേച്ചർ ഉണ്ട്. ഇപ്പൊ നമുക്ക് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് അതൊരു ഫിക്സഡ് നേച്ചറാണ്. അത് പെട്ടെന്ന് രാവിലെ വരുമ്പോൾ ഇങ്ങനെ ഒരു രൂപം, വൈകുന്നേരം വരുമ്പോൾ വേറെ രൂപം, അങ്ങനെ ഉണ്ടാവില്ല. നമ്മളിപ്പം ലിംഗം കറക്റ്റ് ആവാതെ ജനിച്ച ആൾക്കാരുണ്ട്, ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യാം, അവരേതെങ്കിലും അവരെ യഥാർത്ഥ സെക്സ് രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് എന്ന് വെച്ചാൽ വളണ്ടിയർ ആയിട്ട്, ഞാൻ പറയുന്നത് ബുദ്ധിയും വിവരമുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ രണ്ട് ക്യാരക്ടർ പേഴ്സണാലിറ്റീസ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാല് ഈ കാര്യം ജനറ്റിക് അല്ല എന്നുള്ളത് അവരെന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൂഫാക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ മുമ്പ് ഇതേപോലെ ഈ ട്രാൻസിന്റെ വിഷയത്തിൽ കുറെ അടികളും വിഷയങ്ങളൊക്കെ ഉണ്ടായത് കുറെ മുമ്പത്തെ കാര്യം കേട്ടോ, ഇപ്പോഴല്ല. ഇപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതിന് മുമ്പ് ഞാനിത് വരെ പേപ്പർ പല രീതിക്ക് ഞാൻ അറിയിട്ടുണ്ട്. അപ്പൊ ആ അറിഞ്ഞ പ്രകാരം നോക്കുമ്പോൾ ഇവര് ഇത്രയും മസിൽ പവർ കാണിച്ചിട്ടുള്ള ഒരു രീതിയാണ് കേട്ടത്. അപ്പൊ അതില് ഞാൻ ആരാ എന്താ പറയുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി കിട്ടിയത് അവിടെ നിന്നാണ്. അവർ ജനറ്റിക്കലി മാൻ ആയതിനെ കൊണ്ടാണ് അവർക്ക് അത് ഫോഴ്സ് ചെയ്യാനുള്ള പവർ അവിടെ നിന്ന് കിട്ടിയത്. പക്ഷെ അവരും ജനറ്റിക്കലി ലേഡി ആണെങ്കിൽ ജനറ്റിക്കലി ഇവർ പറയുന്ന പോലെ സ്ട്രൈനത അല്ലെങ്കിൽ സ്ട്രാൻസ് രീതിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എവിടെ നിന്ന് കിട്ടി അവർക്ക് അതിനുള്ള പവർ, ഒരാളെടുക്കുന്ന ശക്തി അവർക്ക് എവിടെ നിന്ന് കിട്ടി. അപ്പൊ അത് ഒരിക്കലും ഇത് അവരുടെ ശരീരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജനറ്റിക് അല്ല, ഇത് സ്വഭാവത്തിലുള്ള പ്രശ്നമാണ്. ലൈഫ് സ്റ്റൈൽ സ്വഭാവത്തിലുള്ള നേരിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചെടുത്തുന്നുള്ള പ്രശ്നങ്ങളാണ്. അവിടെ തിരുത്തം എന്നുള്ളത് എപ്പോഴാണ് ആ തോട്ടിലേക്ക് എപ്പോഴാണോ എത്തുന്നത് അന്നേരം ഇതിനൊരു പരിഹാരം അവരെന്നെ കാണും. പിന്നെ ഈ താങ്കളുടെ ജീവിതത്തിലൂടെ പറയുമ്പം പ്രധാനമായിട്ട് ഈ പാരന്റിങ് എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ആ പാരന്റിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു വിഷയമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നതും, ഇനിയിപ്പം ഇത് കേൾക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ടാവും, അവരുടെ കുട്ടികൾ എങ്ങനെ വളർത്തണം എന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയും കൂടി ആയതുകൊണ്ട്, അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻസൈറ്റ്സ് ആണ് കൊടുക്കാനുള്ളത്? എനിക്ക് തോന്നുന്നു പെൺകുട്ടീനെ നമുക്ക് വീട്ടിനകത്തിട്ട് വളർത്താം, പക്ഷെ ആൺകുട്ടീനെ എപ്പോഴും നമ്മൾ സൊസൈറ്റി എന്താണെന്ന് ശരിക്കും, ലോകം എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടാണ് വളർത്താൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ടും ഒരുപോലെ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്, ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ആൺകുട്ടികൾ മാത്രമാണ് അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇപ്പം എല്ലാവർക്കും പഠനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തിനെ കുറിച്ച് പെൺകുട്ടികളും പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണം. പക്ഷെ ആൺകുട്ടികൾ ആരെങ്കിലും വീടിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ എപ്പോഴാണോ വരുന്നത് അപ്പം മാത്രമേ ആൺകുട്ടി ഒരു പക്ഷെ സൊസൈറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ട്രിഗർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോവും. ആ വ്യക്തി അവനെന്താണ്, ഞാൻ സോഷ്യൽ ആനിമൽ ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഒരുപാട് വൈകി കഴിഞ്ഞാൽ പിന്നീട് ഒരു സോഷ്യൽ ഇന്റർഫിയറിലേക്കോ അല്ലെങ്കിൽ ഒരു ഇടപെടലിലേക്കോ ആ വ്യക്തിക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ ആ വ്യക്തി ലോകത്തെ ഒരു മാറ്റി നിർത്തുന്ന രീതിയിലോട്ട് പോകും. ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ പാരന്റിങ്ങിൽ വരുന്ന ഒരു വിഷയം, നമ്മളെ കുട്ടികളെ എത്രയും നന്നായിട്ട് വളർത്തണം, നല്ല സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ടത്ര എല്ലാ സംവിധാനങ്ങളും കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പരിധി വരെ അവരെ നമ്മളൊരു ബൗണ്ടറിയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ ലൈഫിൽ ഇന്റർഫിയർ കൊടുക്കാണ്ട്
അവരെന്തോ വല്ല ഇങ്ങനെ പഠിക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളെ ചെറുകിൻ്റെ കീഴിൽ മാത്രം അവരിങ്ങനെ സേഫ് സോണിൽ ഇങ്ങനെ ഒതുക്കി നിർത്തണം അവരെ, അല്ലെങ്കിൽ അവർ പറന്നു പോകുമെന്ന് വിചാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള പാരൻറ്റിങ്ങിനോട് എനിക്ക് യോജിപ്പില്ല. സമയത്തിന് ഓരോ ഏജിലും കൊടുക്കേണ്ട പാരൻറ്റിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ഓരോ ഏജിൽ നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെ കുട്ടീനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഗ്രാജുവലി വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ മിങ്കിൾ ചെയ്യാൻ വിടണം. അവർ സംസാരിക്കുന്നുണ്ടോ നോക്കണം, അവർ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ നോക്കണം, ഇൻട്രാക്ട് ചെയ്യുന്ന ലെവൽ എങ്ങനെയാണെന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒരു 10-13 വയസ്സ് വരുമ്പം അവർ സോഷ്യലി, അതായത് പിന്നെ നമ്മൾ അങ്ങാടികളിലും അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരായിട്ടുള്ള സംസാരം, ഇതൊക്കെ എങ്ങനെ നോക്കണം. ഇതൊന്നും ഒരു ഒബ്സർവേഷനും ഇല്ലാണ്ട് നമ്മളിങ്ങനെ അവരെ ഭക്ഷണം കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ ഒരു കാര്യം മാത്രമല്ല പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രയോറിറ്റി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ആ വ്യക്തിൻ്റെ പാരൻസിന് വളരെയധികം റോളുണ്ട്. അപ്പോൾ ആ റോൾ മോഡൽ ആവണമെന്നുണ്ടെങ്കിൽ ഓരോ പാരൻസും നിർബന്ധമായിട്ടും ഈ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ അതല്ലാത്ത വിധത്തിൽ നമ്മൾ പലരും കാണുമ്പോഴും ഇപ്പം നിലവിൽ പല ഗേ പേഴ്സൺസിൻ്റെയും ലൈഫ് നമ്മളൊന്ന് ബാക്കോട്ട് നോക്കുമ്പം അവരുടെ ലൈഫിൽ വരുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ആണ് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ചെറുപ്പത്തിലെ ഇതിനുള്ള ഒരു സാധ്യത എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് കിട്ടാത്തത് കാരണം അവർ എവിടെ പോയിട്ടാണ് ഇനി ഞാൻ എൻ്റെ സോഷ്യൽ ഇൻ്റർഫിയർ നടത്തേണ്ടത് എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഒന്ന് മെച്ചൂർഡായി കഴിയുമ്പം ഇതേപോലെ വല്ല ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൾട്രാ പ്ലഷർ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോവുകയും പിന്നീട് ആ വ്യക്തിനെ നമുക്ക് ആ ഒരു ലൈഫിലോട്ട് പോകുന്നതായിട്ടാണ് പിന്നെ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്താണോ, നമ്മുടെ ഒരു നാടിൻ്റെ കൾച്ചർ മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു കൾച്ചറുണ്ട്, ഹ്യൂമൻ ബീങ്സിന് ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിലോട്ട് നമ്മൾ എത്തുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ഓരോ പാരൻസും ഈ വിഷയത്തിൽ ശരിക്കും നല്ലൊരു ശ്രദ്ധ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ താങ്കളുടെ ഒരു മാറ്റം പറഞ്ഞു, ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ താങ്കളും ആദ്യം വിചാരിച്ചിരുന്നത് ഒരിക്കലും ഇത് മാറ്റം പോസിബിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് വലിയൊരു പ്രയത്നത്തിലൂടെ മാറിയതാണ്. ഇതുപോലെ ഒരിക്കലും എനിക്ക് ഒരു സ്ത്രീയോട് ഒരു അട്രാക്ഷൻ തോന്നില്ല, അത് ഉറപ്പാണ്, നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അവരിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് താങ്കൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു ഗേ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനോട് സംസാരിച്ചു കൊടുക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ കുറേ നിർബന്ധമായിട്ട് ഇങ്ങനെ പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം, എനിക്ക് നല്ല ലൈഫ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പം ഇങ്ങനൊരു ചാൻസിൽ അവനക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ പറ്റില്ല എന്ന് തന്നെയായിരുന്നു. അവൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ അവനക്ക് ഒരു ഗേളിനെ കോണ്ടാക്ട് കിട്ടി. അവർക്ക് ഒരു പാർട്ട്ണറെ വേണം, അവർക്കൊരു പാർട്ട്ണർ വേണം. ശരിക്കും ആക്ച്വലി അവരൊരു ഇൻഷുറൻസ് കൂടിയിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർ വേണമെന്ന് ഡിമാൻഡ് ചെയ്തത്. അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് പാർട്ട്ണർ സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ള ആൾ വേണമെന്ന് പറഞ്ഞു. ഡേറ്റിംഗ് പോലെ. അതെ. അപ്പോൾ അങ്ങനെ ഇവനെ അതിലേക്ക് അവൻ്റെ ഫ്രണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ഇവ ഒരിക്കലും ഒരു ഗേളിനായിട്ട് മിങ്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞെടുക്കുന്ന ഒരാളാണ്. അവനക്ക് അതിനോട് ആ കാര്യത്തിനോട് അവൻ പോയിട്ടുമില്ല. ഇത് പോവാണ്ട രണ്ടാമത് പിന്നെ ഇവൻ വന്നിട്ട് എന്നടുത്ത് പിന്നെ ഈ പെണ്ണായിട്ടുള്ള അവർ കോണ്ടാക്ട്, പിന്നെ അവർ ഫോൺ വിളിക്കലും സംസാരിക്കലും ഇതൊക്കെ ആയി. പിന്നെ ഇവനക്ക് ഇവളില്ലാണ്ട് പറ്റില്ലാന്നായി. ഇവളില്ലാണ്ട് പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അവനക്ക് കാണണം തോന്നി, അപ്പം കാണാൻ പോയി. പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, എനിക്ക് ഇവളെടുത്ത് തന്നെ എപ്പോഴും ഇവളെടുത്ത് നിൽക്കണം തോന്നുന്നുണ്ട്, എനിക്ക് അവളായിട്ട് മെയ്റ്റ് ചെയ്യണം, അവളെ കൂടെ എനിക്ക് കിടക്കണം, അങ്ങനെ ആ രീതിയിൽ, അതായത് അവർ സെക്സിലേക്ക് വരണം, എനിക്ക് സെക്സ് അവളായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്, അവളെനിക്ക് എന്നെ സ്വന്തമാക്കണം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. പിന്നെ ആ വ്യക്തി തന്നെ എന്നോട് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയുന്നത്. ഇപ്പൊ സെക്ഷൽ ഡിസയർ പോലെ പറയുന്നത് വെച്ചാൽ, എനിക്ക് നമ്മൾ അങ്ങനത്തെ ഒരു സെക്സ് മൂഡിലുള്ള ഒരു ടോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇറക്ഷൻ ഉണ്ടായി. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് പിന്നെ ഇവരെ കാണുമ്പോൾ മാത്രമല്ല
അതായത് എനിക്ക് ബോയ്സിനെ കാണാൻ മാത്രമല്ല, എനിക്ക് ഗേൾസ് എനിക്ക് പോസിബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിപ്പോ പറയുമ്പോൾ എല്ലാവരും പറയും ട്രൂ കേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയില്ലല്ലോ എന്ന് പറയുവാണെങ്കിൽ, പക്ഷെ അത് അവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ചേഞ്ച് ഇവിടെ ചെയ്തു നോക്കിയതിനെ കൊണ്ടാണ്, അല്ലാതെ വാശി മറ്റേ വ്യക്തി അത്രയും നേരം ആർഗ്യൂ ചെയ്ത ആളാണ്, ആർഗ്യൂ ചെയ്ത വ്യക്തിയാണ്. സ്ത്രീയോട് തോന്നില്ല എന്ന് താങ്കളോട് ആർഗ്യൂ ചെയ്തൊരു വ്യക്തിയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. അതെ അതെ, ഈ വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് അവൻക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു, എനിക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഞാനത് പറഞ്ഞ സമയത്ത് പോലും കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പം ആള് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ വേണം, എനിക്ക് അങ്ങനെ ഒരു പേഴ്സൺ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് പറയണം. അപ്പൊ ഈ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു ക്ലിക്ക് ഉണ്ടാക്കിയത്. അപ്പൊ എൻ്റെ ഒരു ജേണിയില് എനിക്ക് ഈ സബ്ജക്റ്റ് പലരോടും പറയാനാ തോന്നിയത്. കാരണം അത് അവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഇത് എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്, കഴിയില്ല എന്നുള്ളത്. അപ്പൊ കഴിയുമെന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ എല്ലാവരും എക്സൈറ്റിങ്ങോടെ ആണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ കഴിയോ എന്നുള്ളത്. അപ്പോൾ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ ഇപ്പം ഓൾറെഡി ഈ ഒരു പാരൻസ് ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഇൻസൈറ്റ്സ്, എങ്ങനെ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവസാനമായി ഈ സംസാരം കേൾക്കുന്ന ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ പോകുന്ന ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവാം, അത് വളരെ ജെന്യൂനായി ആഗ്രഹിക്കുന്നുണ്ടാവാം, ഒരു തിരിച്ചു വരവ് സംഭവിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ താങ്കളിപ്പോൾ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ചിന്തക്കുള്ളവർ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ അവരോടൊക്കെ അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ആസ് ഒരു ഗേ ആയി 10-15 വർഷം ജീവിച്ച് ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായി ഒരു നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫ് ആസ്വദിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് തിരിഞ്ഞു നോക്കി അത്തരക്കാരായ ആളുകൾ അവരോട് എന്താണ് ഒരു ഫൈനൽ മെസ്സേജായി പറയാനുള്ളത്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതായത് സ്വന്തം ശരീരത്തിലേക്ക് ആദ്യം നോക്കുക, എന്നിട്ട് സ്വന്തം മനസ്സിലേക്ക് നോക്കുക, സ്വന്തം മുന്നോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഒന്ന് നോക്കുക, ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത്, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ്. നമ്മളെ ഗേ ആയിട്ടുള്ള ആൾക്കാരുടെ ഞാൻ പറയുന്നത്, അവരെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഒരു ഫ്യൂച്ചർ ലെവലിലോട്ട് ചിന്തിക്കുമ്പം അവരെന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുക. ആ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണ്, ഈ മിസ്റ്റേക്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ മിസ്റ്റേക്കിനെ തിരുത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഇപ്പം ഒരിതിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ വ്യക്തിയിലും ഈ ഒരു ഗേ ആക്ടിവിറ്റി തന്നെ അയാൾ അപ്രോച്ച് ചെയ്യുന്ന സിസ്റ്റം രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ രീതിനെ ഡൈവേർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണുന്നത്, നിങ്ങൾക്ക് ഇന്ന് ശാരീരികമായിട്ട് നല്ലൊരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ബോഡി ലാംഗ്വേജിലും മൊത്തം സ്ട്രക്ചറിലും മാറ്റങ്ങൾ വരും, പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുമെന്ന് ആലോചിക്കുക. ഈ രൂപത്തിൽ ലൈഫിനെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും അനലൈസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള ഒരു അനാലിറ്റിക്സ് നിങ്ങൾ സ്വയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ പറ്റും, നിങ്ങളെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരാളിനെ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ പറയുന്നു മനസ്സ് പിന്നെ ഡൈവേർട്ട് ആവുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഗേളിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഉടനെ നിങ്ങൾ മാരേജ് ചെയ്യുക, ആ ലൈഫിലോട്ട് മാത്രം ഒതുങ്ങുക. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കോണ്ടാക്ട് പോവാതെ ഒരു സിംഗിൾ കോണ്ടാക്ട് ലൈഫിലേക്ക് അല്ലെങ്കിൽ സിംഗിൾ ഒരു ഫാമിലി ലൈഫിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് പിന്നെ നിലനിൽക്കുന്ന ഏറ്റവും നല്ലൊരു സോഷ്യൽ സിസ്റ്റത്തിനോട് മാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചു വരിക, നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത്, എന്താണോ കോഡ് ചെയ്ത് വെച്ചത്, അതിനെ ഡീകോഡ് ചെയ്യുക. അതിനെ ഡീകോഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ തന്നെ ആ കാര്യത്തിനോട് യോജിക്കും. കാരണം നമ്മളെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത് ശരിയായ ഒരു മെത്തേഡിലൂടെയാണ്. ആ മെത്തേഡിന് നമ്മളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് തിരുത്തലുകൾ വന്നിട്ടുള്ളത്. അപ്പം അതിനെ തിരുത്തി ശരിയായതിലേക്ക് കൊണ്ടുവരുമ്പം തീർച്ചയായിട്ടും ബ്രെയിൻ അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് നമ്മളെ ഏത് സ്വർഗാനുരാഗ പിന്നെ വിഷയത്തെ ബന്ധപ്പെട്ട് ആ രീതിക്ക് ജീവിക്കുന്ന ഏതൊരാളുടെയും ലൈഫിൽ അവർക്കും ഉള്ളുകൊണ്ട് എന്തായാലും പറയാനുള്ളത് അത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു വലിയൊരു ജീവിതമാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ കേട്ടത്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ വാക്കുകളിലാണെന്നുണ്ടെങ്കിലും എത്രമേൽ വലിയ അല്ലെങ്കിൽ എത്ര വർഷങ്ങളുടെ ഒരു അധ്വാനമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓരോ വിഷയത്തിൽ, ഇപ്പോൾ സൗണ്ടിൻ്റെ വിഷയത്തിലാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു നോർമലി ഒരു ചെറുപ്പത്തിലുള്ള ഒരു അപ്ബ്രിങ്ങിങ് ആ ഒരു സമയത്ത് തന്നെ സാധാരണ പുരുഷന്മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ട ഒരാൾ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്ത ഒരു 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 കഥയാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. അത് ഫ്രം മാനറിസം, നടത്തം, അതുപോലെ തന്നെ ശബ്ദം പോലും ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തതിൻ്റെ വലിയൊരു കഠിന പ്രയത്നമാണ്. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല അത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത്രയും കൃത്യമായൊരു കൺവിക്ഷൻ, ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കിങ്ങനെ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് ആവശ്യമുണ്ട് എന്ന അത്രമേൽ വലിയൊരു ഡിറ്റർമിനേഷൻ, അതാണ് ഒരു മനുഷ്യനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് എന്നുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് നമ്മളിവിടെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ഇത് തുറന്നു വെക്കുകയാണ്. പിന്നെ മാറാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ അത്തരം വിഷയങ്ങളിൽ പിന്നെ ഇങ്ങനെയുള്ള ഇതൊന്നും മാറ്റം പോസിബിൾ അല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.